ബൈസ്റ്റാൻഡർ ജോർജ് പുളിങ്കാട്. സെർവൻ്റ് രാധിക സാമാന്യം അണിഞ്ഞൊരുങ്ങി തന്നെയാണ് സ്വീകരണ മുറിയിലേക്ക് ട്രേയിൽ ചായയും പലഹാരവുമായി കടന്നു ചെന്നത്. ട്രേ ടീപ്പോയിൽ വെച്ച് സൂത്രത്തിൽ റിൻസി മോൾക്ക് വന്നിരിക്കുന്ന ചെറുക്കനെ ഒരു നോക്ക് കണ്ടിട്ട് അവൾ ഇറങ്ങിപ്പോയി. എങ്ങനെയുണ്ട് റോണി, ഞങ്ങളുടെ സെർവൻ്റ്? റിൻസി കൗതുകഭാവത്തിൽ തിരക്കി. കൊള്ളാം, സ്മാർട്ടാണ്. ഞാൻ വിചാരിച്ചു അവൾ ചായക്കപ്പ് എനിക്കെടുത്ത് തരുമെന്ന്. അയ്യട മോനെ, അത്രയ്ക്കങ്ങ് വേണ്ട, അതൊക്കെ ഞാൻ തന്നോളാം. ബ്രൗൺ നിറമുള്ള നെയിൽ പോളിഷ്ഡ മൃദുൽ സുന്ദരമായ കൈകൊണ്ട് ചായക്കപ്പ് എടുത്ത് റിൻസി റോണിക്ക് നൽകി. അവൻ അടുത്ത കപ്പിലെ ചായ റിൻസിക്കും എടുത്തു കൊടുത്തു. പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് രണ്ടുപേരും ഒരുറക്ക് ചായ കുടിച്ചു. കപ്പ് ട്രേയിൽ വെച്ചു. മുമ്പൊക്കെ പെണ്ണും അമ്മയും കൂടെയാ ചായയുമായി കടന്നു വന്നിരുന്നത്, റോണി ഓർമ്മിപ്പിച്ചു. ഓ, അതൊരു ബോറ. സത്യത്തിൽ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും പെണ്ണ് കാണാൻ ചടങ്ങിൽ ഒരു ത്രില്ലും ഇല്ലാതായിരിക്കുക. അവർ ശരിക്കും മടുത്തിട്ടുണ്ട്. എന്തുപറ്റി? ഇതിങ്ങനെ തുടരുകയല്ലേ? കാര്യത്തിന് തീരുമാനമില്ലല്ലോ. താനിത് എത്രാമത്തെയാ? കേട്ടാൽ റോണി ഞെട്ടും. ഇല്ല, എണ്ണത്തിൽ കൂടുതൽ എനിക്കായിരിക്കും. ഞാൻ 36. എങ്കിൽ 39 പെണ്ണിനെ ഞാൻ കണ്ടു. കൺഗ്രാജുലേഷൻസ്. കൈ തരാം. റിൻസി തൽക്ഷണം റോണിക്ക് ഷേക്കാൻ നൽകി. റോണി, ഒരു ജീവിതം മുഴുവൻ ഒരുമിച്ച് കഴിയേണ്ടതല്ലേ? മനസ്സിൽ പിടിച്ചയാളല്ലെങ്കിൽ പിന്നെന്താ കഥ? ഞാനും തിരയുന്നത് അങ്ങനെ ഒരു ആളെയായിരുന്നു. സെയിം സ്റ്റാറ്റസിൽപ്പെട്ട, കണ്ടാൽ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ടെത്താൻ അത്ര എളുപ്പമൊന്നുമല്ല, റോണി പറഞ്ഞു. ആണിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാ. ഓരോരുത്തരും വന്നു പോകുമ്പോൾ പപ്പയും മമ്മിയും ചോദിക്കും, ആ ചെറുക്കൻ എന്താ കുഴപ്പമെന്ന്. വെളുപ്പില്ലേ, പൊക്കമില്ലേ, തടിയില്ലേ എന്നൊക്കെ. എനിക്ക് നിറമുത്തിരി വേണമെന്നൊരു നിർബന്ധവുമില്ല. മുഖത്തിനൊരു ഷേപ്പ് വേണം, പിന്നെ നല്ല ചിരിയും ഉയരവും. ദേമേ, ഞാൻ പാസ്സാകുമോ? ഞെട്ടൽ ഭാവിച്ചു. പാസ്സായിടോ താൻ? കണ്ടപ്പോഴേ ഞാൻ മാർക്കിട്ടു. 100-ൽ 100 അവളവൻ്റെ ഉയരത്തിൽ ഒരടി കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഷോ, നൊന്തു. ഒന്ന് പതുക്കെ അടിക്കണ്ടേ? നോക്ക്, ഇത്തിരി വിശിലുള്ള ഇനമ. പറഞ്ഞേ, എനിക്ക് റോണി എത്ര മാർക്ക് കിട്ടു? പറയാം. മാർക്ക് ഇനം തിരിച്ച് കൂട്ടി നോക്കട്ടെ. 100-ൽ 150. താങ്ക് യു റോണി. ഞാൻ ഓർത്തു 39കാരനെ എന്നെ പിടിക്കാതിരിക്കുക വരുമെന്ന്. അവൾ ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിലെത്തി. കേട്ടോ റിൻസി, പലരും പറഞ്ഞെന്നെ പേടിപ്പിച്ചു. കണ്ടൊടുവിൽ ആർക്കും വേണ്ടാത്ത കിടക്കുന്ന ഒരു പോക്ക് കേസിനെയായിരിക്കും എനിക്ക് കിട്ടുന്നതെന്ന്. ഇത് കേൾക്ക്, എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞതെന്താണെന്നറിയോ? ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു വിട്ടവന്മാരുടെയൊക്കെ ശാപം മൂലം എനിക്കൊരു മുതുകൊരങ്ങനേ കിട്ടുകയുള്ളൂ എന്ന്. അവളുമാരെയൊക്കെ കല്യാണം വിളിച്ച് ഞാൻ എൻ്റെ ഈ ആളെ കാണിച്ചു കൊടുക്കും. അപ്പം റിൻസിയുടെ ആളായി കഴിഞ്ഞോ ഞാൻ? അതിന് ചില പ്രധാന ചടങ്ങുകൾ കിടക്കുന്നു. ചടങ്ങുകളൊക്കെ പെട്ടെന്നങ്ങ് നടത്തണം. കല്യാണാലോചന തുടങ്ങിയിട്ട് 3 കൊല്ലമായി. ഇനിയൊട്ടും വൈകിക്കേണ്ട, റിൻസി പറഞ്ഞു. റിൻസി, എനിക്ക് തൻ്റെ കുറേ ലേറ്റസ്റ്റ് ഫോട്ടോകൾ വേണം. ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണിക്കണം. ചെല്ലുമ്പോഴേ വീട്ടിലും കാണിക്കണം. ഞാനിപ്പം കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് റിൻസി എഴുന്നേറ്റു. സ്വീകരണ മുറിയോട് ചേർന്നുള്ള അവളുടെ മുറിയിലേക്ക് പോയി. സ്വീകരണ മുറിയിലെ അതിമനോഹരമായ പെയിൻറ്റിങ്ങുകൾ ശ്രദ്ധിച്ചുകൊണ്ട് റോണി അവൾ വരുന്നത് കാത്തിരുന്നു. റിൻസി ഫോട്ടോകളുമായി പെട്ടെന്ന് തന്നെ തിരികെ വന്നു. ഇതാ സാരി ഉടുത്തത്, ചുരിദാർ ഇട്ടത്, ജീൻസും ടോപ്പും ധരിച്ചത്, ഫുൾ സൈസും ഫേസ് മാത്രമുള്ളതൊക്കെയുണ്ട്. ഫോട്ടോകൾ ഓരോന്നും എടുത്ത് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഫോട്ടോയിലേക്കാൾ നേരിൽ കാണാനാ ഭംഗി. നേരിൽ കാണുമ്പോൾ 3D അല്ലേ, അതുകൊണ്ടാ. എങ്കിൽ ചെറുക്കനിനെ എഴുന്നേൽക്ക്. ഡാഡിയും മമ്മിയും റിസൾട്ട് അറിയാൻ കാത്തിരിക്കുക. റിൻസി റോണിയെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. രണ്ടുപേരും പരസ്പരം കൈകോർത്താണ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി ചെന്നത്. ബേബിച്ചനും സാനിയമ്മയും അതിശയത്തോടെ അവർ നോക്കി. എന്താ പിള്ളേരെ ഇത്? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത മട്ടിൽ ബേബിച്ചൻ ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടമായി, കെട്ടാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് എങ്ങനെ? റിൻസി കൂസലില്ലാതെ പറഞ്ഞു. എൻ്റെ ഉടയ തമ്പുരാനെ, അവസാനം ഇങ്ങനെയൊന്ന് കേട്ടല്ലോ. എന്നാൽ ഇനി കൂടുതൽ അന്വേഷിക്കാനും കാണാനൊന്നുമില്ല. അടുത്ത വ്യാഴാഴ്ച ഞങ്ങളങ്ങോട്ട് വന്നുറപ്പിക്കുന്നു. പിറ്റേ ആഴ്ചയിൽ തന്നെ തമ്മിലാലോചിച്ചു ഡേറ്റിന് സമ്മതവും നടത്താം. എന്താ റോണി? കുഴപ്പമില്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഡാഡിയോടൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. അത് മതി. ബേബിച്ചിന് സമ്മതമായി. എന്നാൽ ഇനി ഞാൻ ഇറങ്ങട്ടെ. റോണി ബേബിച്ചിനെയും സാരിയമ്മയെയും ഒടുവിൽ പ്രത്യേക ഭാവത്തിൽ റിൻസിയെയും നോക്കി യാത്ര പറഞ്ഞു. അവൻ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന BMW കാറിൽ ചെന്ന് കയറിയപ്പോഴേക്കും റിൻസി ഓടി ഇറങ്ങിച്ചെന്നു. ഫോട്ടോ മാത്രം മതിയോ? എൻ്റെ നമ്പർ വേണ്ടേ റോണിക്ക്? അവൾ ചോദിച്ചു. ഷോ, എൻ്റെ ഒരു കാര്യം. പറഞ്ഞ നമ്പർ? റിൻസി ഒറ്റ ശ്വാസത്തിൽ നമ്പർ പറഞ്ഞു. എൻ്റെ നമ്പർ കോൾ വരുമ്പോൾ ഫീഡ് ചെയ്താൽ മതി, റോണി ഓർമ്മിപ്പിച്ചു. അവർ ഒരിക്കൽ കൂടി കൈവീശി. റോണി കാർ മുമ്പോട്ടെടുത്തു. പുതിയ കണ്ടുപിടുത്തം നടത്തിയ ശാസനൻ്റെ ആഹ്ലാദത്തോടെയാണ് അവൻ മാവുങ്കൽ തറവാട്ടിൽ തിരിച്ചെത്തിയത്. മാത്തുക്കുട്ടിയും ഷേർലിയും മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്താടാ മുഖത്ത് ഇതുവരെ കാണാത്തൊരു പ്രകാശം? മാത്തുക്കുട്ടി മകനെ നോക്കി ചോദിച്ചു. പപ്പ, മമ്മി, ഞാൻ കക്ഷിയെ ചെന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ ഉറപ്പിക്കുകയും ചെയ്തു. കൊള്ളാമല്ലോടാ നീ. അപ്പോൾ ഞങ്ങൾ കാണണ്ടേ പെണ്ണിനെ? അവളെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചുമൊക്കെ ശരിക്കൊന്ന് അന്വേഷിക്കണ്ടേ?
പോയി കണ്ടോ, തിരക്കിക്കോ, എനിക്കൊരു പ്രശ്നവുമില്ല. ഇനി മാറുന്ന പ്രശ്നമില്ലെന്ന് മാത്രം. ആള് എന്നെ പോലെ തന്നെ ഒരു ടീമാ. 36 ചെറുക്കന്മാരെ ഇഷ്ടപ്പെടാതെ വിട്ടു. എങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ഭൂലോകം നിഷേധിയായിരിക്കും, ഷേർലി പറഞ്ഞു. മമ്മിയോട് പിടിച്ചു നിൽക്കാൻ ഇത്തിരി നിഷേധമുള്ളത് തന്നെയാ വേണ്ടത്. വരട്ടടാ, നിന്റെ ആ പ്രിയപ്പെട്ടവള്, ഞാൻ കാണിച്ചു കൊടുക്കാം, ഷേർലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. റോണി വിഷമിക്കേണ്ട, ഞാനും നിന്റെ മമ്മിയും നേരത്തെ കണ്ടതാ പെണ്ണിനെ. വിവരങ്ങൾ തിരക്കുകയും ചെയ്തു. ഇപ്പോൾ നിന്റെ സമ്മതമായി. ഇനി ക്രിസ്മസിന് മുമ്പ് കാര്യം നടത്തണം, അത്ര തന്നെ, മാത്തൂട്ടി തീരുമാനം പോലെ പറഞ്ഞു. വ്യാഴാഴ്ച മാവുങ്കൽ തറവാട്ടിൽ വെച്ച് റോണിയും റിൻസിയും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കൽ ചടങ്ങ് ആർഭാടമായി നടന്നു. പിന്നത്തെ മാസം 10-ാം തീയതി മനസ്സമ്മതത്തിനുള്ള തീയതി നിശ്ചയിക്കപ്പെട്ടു. റോണിയുടെ ജ്യേഷ്ഠൻ ടോണി പേരുകെട്ട ഫ്ലാറ്റ് നിർമ്മാതാവും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമാണ്. അനുജന്റെ കല്യാണക്കാര്യത്തിൽ സഹകരിക്കാൻ സമയവുമില്ല, താല്പര്യമില്ല അയാൾക്ക്. മാത്തുകുട്ടിയുടെ സഹോദരി ജൈനമ്മയുടെ മകൻ അജേഷാണ് റോണിയുടെ ആത്മമിത്രവും സഹായിയും. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെ മനസ്സമ്മതം ക്ഷണിക്കാനായി റോണി ജൈൻ ആൻറ്റിയുടെ വീട്ടിലെത്തി. സെഞ്ചുറി അടിക്കുമെന്ന് വാചകം അടിച്ചിട്ട് പെട്ടുപോയലോട നീ, സിറ്റൗട്ടിലേക്ക് ഇറങ്ങിവെന്ന് റോണിയെ സ്വീകരിച്ചുകൊണ്ട് അജേഷ് പറഞ്ഞു. ഇതങ്ങനെ കണ്ടു കണ്ടു നടക്കാനുള്ള കൊതി കൊണ്ടല്ലോ, നമ്മുടെ ഒരു ഇതനുസരിച്ചുള്ള പാർട്ടിയെ കണ്ടപ്പം ഒക്കെ പറഞ്ഞു. വാ വാ, നമുക്കകത്തിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് അജേഷ് റോണിയെ സ്വീകരണ മുറിയിലേക്ക് ആനയിച്ചിരുത്തി. ജോണാങ്കളും ജൈനാൻറ്റിയും ഒക്കെ എവിടെയാ, റോണി തിരക്കി. 2 പേരും ഇവിടെ ഇല്ല, മമ്മിയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുക, അജേഷ് പറഞ്ഞു. റിങ്കു മോൾ എവിടെ? ഞാൻ അവളെ ഒന്ന് ഉറക്കുകയായിരുന്നു, അപ്പോഴാണ് നീ ബെല്ലടിച്ചത്. റിങ്കു മോൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന ചോക്ലേറ്റ് ബോക്സ് റോണി ടേബിളിൽ വെച്ചു. യാദൃശ്ചികമായി റോണിയുടെ കണ്ണുകൾ ചുവരിലെ ലിയോയുടെ ചിത്രത്തിൽ പതിഞ്ഞു. നിറഞ്ഞ ചിരിയോടെ അവൾ തന്നെ നോക്കുകയാണെന്ന് തോന്നി. അജേഷ് അത് ശ്രദ്ധിക്കുന്നത് കണ്ട് അവൻ നോട്ടം മാറ്റി. എടാ, എന്നോട് നീ ഉൾപ്പെടെ പലരും പറഞ്ഞു, വലിയ നോട്ടം നോക്കി നടന്നിട്ടൊടുവിൽ ഓട്ടക്കലത്തിൽ കഞ്ഞി വയ്ക്കാമെന്ന്. നിനക്ക് കാണണ്ടേ അവളുടെ ഫോട്ടോ? ആഹാ, ഫോട്ടോയുണ്ടോ കയ്യില്? കാണട്ടെ കാണട്ടെ, അജേഷ് ആകാംക്ഷ കാട്ടി. റോണി കൊണ്ടുവന്നിരുന്ന ഫോട്ടോഗ്രാഫുകൾ എടുത്ത് അവന് കാണിച്ചു കൊടുത്തു. അജേഷ് റിൻസിയുടെ വിവിധ പോസുകളുള്ള ഫോട്ടോകൾ കൗതുകത്തോടെ നോക്കിക്കണ്ടു. കൊള്ളാമടാ, റിയലി ബ്യൂട്ടിഫുൾ, കൺഗ്രാജുലേഷൻസ്, അജേഷ് പറഞ്ഞു. താങ്ക്സ്. അപ്പോൾ ഞാൻ വന്നത് മനസ്സമ്മതത്തിന് എല്ലാവരും ക്ഷണിക്കാനാ. പിന്നെ നീ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാൻ എപ്പോഴും എൻ്റെ കൂടെ വേണം. ടോണിച്ചേട്ടൻ്റെ കാര്യം അറിയാമല്ലോ, ഒത്തു കല്യാണത്തിന് സദ്യക്കെങ്കിലും വന്നാൽ മഹാഭാഗ്യം. ഒക്കെ എനിക്കറിയാമടാ, ഇതൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചെറിയ പ്രശ്നമുള്ളത്, റിങ്കുമോള് ഈയിടെയായിട്ട് എന്നെ കാണാതെ ശകലം നേരം ഇരിക്കുകയില്ല. പാവം, അവൾ അമ്മയില്ലാത്ത കുഞ്ഞല്ലേ. 2 നിമിഷം അവർക്കിടയിൽ നേരിയ നിശബ്ദതയുണ്ടായി. എടാ, ഞാൻ നിന്നോട് പല പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞു. നിനക്കൊരു കൂട്ടും റിങ്കുമോൾക്കൊരു അമ്മയായിട്ട് ഒരാളെ കണ്ടെത്തണമെന്ന്. അതിനി ഒട്ടും താമസിക്കരുത്. നിനക്ക് 30 വയസ്സായി ഉള്ളെന്ന് ഓർക്കണം, റോണി പറഞ്ഞു. അജേഷിൻ്റെ മുഖത്ത് ഭാവവ്യത്യാസമുണ്ടായി. റോണി, നീ ഫോട്ടോയിലേക്ക് നോക്ക്. ആ മുഖം കണ്ടില്ലേ, ചിരി കണ്ടില്ലേ? ഒത്തിരി മോഹിച്ച് സ്നേഹിച്ച് കെട്ടിയതാ ഞാൻ. കഷ്ടിച്ചൊരു വർഷം തീർന്നു, പക്ഷേ നെഞ്ചിൽ ആ മുഖത്തിനൊരു മങ്ങലുമില്ല ഇപ്പോഴും. പിന്നെ ഞാനെന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കരുത് അജേഷ്. സോറി. ഈ ചോക്ലേറ്റ് റിങ്കുമോൾ ഉണരുമ്പോൾ അവൾക്ക് കൊടുക്കണം. ഞാൻ ഇറങ്ങുകയാ. റോണി എഴുന്നേറ്റു. നിനക്കൊന്നും തന്നില്ല. സാരമില്ലടാ. റോണി യാത്ര പറഞ്ഞിറങ്ങി തിരികെ വീട്ടിലേക്ക് നഗരപാതയിലൂടെ കാർ ചീറി പറത്തുകയായിരുന്നു അവൻ. ഇഷ്ടഗാനം സീരിയയിലൂടെ ഉച്ചത്തിൽ കേട്ടുകൊണ്ടിരുന്നായിരുന്നു യാത്ര. മൊബൈൽ ശബ്ദിച്ചപ്പോൾ വോളിയം കുറച്ച് കോൾ റിൻസിയുടേതായിരുന്നു. റോണി ഇപ്പോൾ എവിടെയാ? ഞാനൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നിട്ട് തിരികെ പോവുക. എന്താ റിൻസി, ഡ്രൈവ് ചെയ്യുകയാണല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, മനസ്സമ്മതത്തിനുള്ള ഫ്രോക്കിന് എന്ത് നിറമാ ഇഷ്ടം? ഞാനിവിടെ ടെക്സ്റ്റൈൽസിലാ. ഇളം പറഞ്ഞു പൂർത്തിയാക്കിയില്ല. റോണിയുടെ ശ്രദ്ധ പാളി. ഭയങ്കര ശബ്ദത്തോടെ ഡിവൈഡറിലിടിച്ചു. കാർ തലക്കീഴായി മറിഞ്ഞു. ഗതാഗതം പെട്ടെന്ന് നിലച്ചു. ആളുകൾ ഓടിക്കൂടി. വളരെ ബന്ധപ്പെട്ട് പുറത്തെടുക്കുമ്പോൾ റോണിക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ വാഹനം അവനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞു. 20 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലെത്തി. അത്യാഹിത വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാനുള്ള കഠിന പരിശ്രമം തുടങ്ങി. റോണിയുടെ കാറിൽ നിന്ന് കിട്ടിയ രേഖകളിൽ നിന്നുമാണ് മാവുങ്കൽ മാത്തുക്കുട്ടിയെ പോലീസ് വിവരം അറിയിച്ചത്. മാത്തുക്കുട്ടിയും ഷേർലിയും മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴും റോണിക്ക് ബോധം വീണ്ടും കിട്ടിയിരുന്നില്ല. പൊള്ളിപ്പിടയുന്ന മനസ്സോടെ കാഷ്വാലിറ്റിക്ക് വെളിയിൽ മറ്റുള്ളവർക്കൊപ്പം അവർ വിറങ്ങലിച്ചു നിന്നു. വിവരമറിഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ദുസ്സഹമായി. അത് പിന്നെയും ശബ്ദിച്ചു. മാത്തുക്കുട്ടി അത് ഓണാക്കി ചെവിയോട് ചേർത്തു. ഹലോ, ഞാൻ ബേബിയാ, റിൻസിയുടെ പപ്പ. ബേബി, മോനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അറിഞ്ഞു, അതാ വിളിച്ചത്. മനസ്സമ്മതം നമുക്കല്പം മാറ്റിവെക്കേണ്ടി വരും. മാറ്റിവെക്കുകയല്ല, ഞങ്ങൾക്കിനി അത് വേണ്ട. ഫോൺ കട്ടായി. ഹോ, എങ്കിലും നമ്മൾ തീറ്റെന്ന് നിൽക്കുമ്പോൾ കല്യാണം വേണ്ടെന്ന് വെച്ചെന്ന് പറയാൻ അവർക്ക് തോന്നിയല്ലോ ചയ, ഷേർലി സങ്കടത്തോടെ പറഞ്ഞു. അതിലൊന്നും ഒട്ടും അതിശയമില്ല ഷേർലി.
മനുഷ്യനങ്ങനെയാ, എല്ലാവർക്കും അവനവൻ്റെ കാര്യം. ഒരാൾ മരിച്ചെന്ന് കേട്ടാൽ തന്നെ ആദ്യം ചിന്തിക്കുന്നത് അത് തന്നെ എങ്ങനെ ബാധിക്കുമെന്നാണ്. റോണിയുടെ അപകട വാർത്ത അവരുടെ ചെവിയിലും എത്തിക്കാണും. രക്ഷപ്പെട്ടു വന്നാലും ഇനി അവനെ അവരുടെ പെണ്ണിന് വേണ്ടെന്ന വിവരം നേരത്തെ അറിയിച്ചെന്നേ ഉള്ളൂ, മാത്തുക്കുട്ടി പ്രതികരിച്ചു. അകത്തുനിന്ന് ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഡോക്ടർമാരാരും ഇതുവരെ പുറത്തേക്ക് വന്നില്ല, ഷേർലി ഉത്കണ്ഠപ്പെട്ടു. അവർ നമ്മുടെ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ ബന്ധപ്പെടുകയായിരിക്കും. മെഡിക്കൽ കോളേജല്ലേ, നല്ല ഡോക്ടർമാർ കാണും. അങ്ങനെ ഒരു സമാധാനമുണ്ട്. എനിക്ക് കാലിൻ്റെ മുട്ടിനും നടുവിനും വല്ലാത്ത വേദന എടുക്കുക. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറ്റിയെങ്കിൽ. പ്രൈവറ്റ് ആശുപത്രിയിലെ സൗകര്യമൊന്നും ഇവിടെ കിട്ടുകയല്ല ഷേർലി. വയ്യെങ്കിൽ അവിടെ ഇങ്ങ് ഇരുന്നോളൂ. ഈ ടൈൽസ് ഇട്ടെടുത്തിരുന്നാൽ ആ പഴയ ദേഹം മരയ്ക്കും. ഞാൻ നിന്നോളാം, ഷേർലി പറഞ്ഞു. മാത്തുക്കുട്ടിയും ഷേർലിയും നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. കയ്യോ കാലോ ഇല്ലാതെയായാലും മകനെ ജീവനോടെ കിട്ടണേ എന്നായിരുന്നു അവരുടെ മൗന പ്രാർത്ഥന. ടോണി ഇതുവരെയൊന്നും വന്നില്ലല്ലോ, വിളിച്ചുമില്ല. പെട്ടെന്നുണ്ടായി വെളിപ്പാട് പോലെ മാത്തുക്കുട്ടി പറഞ്ഞു. ഇച്ചായൻ അവനെ അറിയിച്ചായിരുന്നോ? വിളിച്ചപ്പം അവനെ കിട്ടിയില്ല. വീട്ടിൽ വിളിച്ച് നിഷയോട് വിവരം പറഞ്ഞിട്ടുണ്ട്. 100 കൂട്ടം ബിസിനസ്സുമായി ഓടി നടക്കുന്നല്ലേ, എവിടെയെന്ന് ആർക്കറിയാം, ഷേർലി മകനെ ന്യായീകരിച്ചു. അപ്പോൾ കാഷ്വാലിറ്റിയുടെ ഡോർ തുറക്കപ്പെട്ടു. പ്രധാന ഡോക്ടർ രാജശേഖരനാണ് വാതിൽക്കലെത്തിയത്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് കാത്തു നിന്നിരുന്നവർ ആർത്തു പൊതിഞ്ഞു. റോണി മാത്യുവിൻ്റെ കൂടെ വന്നവരാരാ? ഡോക്ടർ രാജശേഖരൻ തിരക്കി. മാത്തുക്കുട്ടി മറ്റുള്ളവരെ വകഞ്ഞു മാറ്റി ഒരു വിധത്തിൽ ഡോക്ടറുടെ മുമ്പിലെത്തി. ഞാനാ ഡോക്ടർ, റോണിയുടെ ഫാദറാ ഞാൻ, അയാൾ വെപ്രാളത്തോടെ പറഞ്ഞു. റോണിക്ക് ബോധം വീണു. പരിശോധന റിപ്പോർട്ടുകളും കിട്ടി. ബ്രെയിനിനോ മറ്റ് ആന്തരാവയവങ്ങൾക്കോ കാര്യമായ തകരാറൊന്നുമില്ല. ഹോ, ദൈവം രക്ഷിച്ചു, ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മാത്തുക്കുട്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഡോക്ടർ ഗർഭമായി പുഞ്ചിരിച്ചു. ഡോക്ടർ, അവന് മറ്റെന്തെങ്കിലും കുഴപ്പം? മാത്തുക്കുട്ടി അമ്പരപ്പോടെ തിരക്കി. റോണിയുടെ നട്ടലിന് സംഭവിച്ച പരിക്ക് ഗുരുതരമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവന് എഴുന്നേറ്റിരിക്കാനും നിവർന്നു നിൽക്കാനും നടക്കാനും കഴിയുമെന്ന് തോന്നുന്നില്ല. മാത്തുക്കുട്ടി സ്തബ്ധനായി. അക്ഷരമിണ്ടാനാവാതെ അയാൾ ഡോക്ടർ മിഴിച്ചു നോക്കി നിന്നു. എന്താ താങ്കളുടെ പേർ? ഡോക്ടർ രാജശേഖർ തിരക്കി. മാത്തുക്കുട്ടി. അയാളുടെ ശബ്ദം പതറി. മിസ്റ്റർ മാത്തുക്കുട്ടി, താങ്കൾ അപ്സെറ്റ് ആകരുത്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളുണ്ടാകും. സമചിത്തതയോടെ നേരിടണം. ഞാനിനി എന്ത് ചെയ്യണം ഡോക്ടർ, അത് പറയും. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇന്ന് രാത്രി ഒബ്സർവേഷനിലാണ്. നാളെ റോണിയെയും മറ്റു രോഗികൾക്കൊപ്പം മെഡിക്കൽ വാർഡിലേക്ക് മാറ്റും. അവിടെ കൂടുതൽ ദിവസം കിടക്കാൻ കഴിയില്ല. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ റോണിയെ നിങ്ങൾക്ക് മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാം. എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് പരീക്ഷിക്കുകയുമാകാം. ഇതാണ് സാഹചര്യമെങ്കിൽ ഞങ്ങൾ അവനെ മറ്റേതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നാളെ തന്നെ കൊണ്ടുപോയിക്കോളാം ഡോക്ടർ, മാത്തുക്കുട്ടി പറഞ്ഞു. ഡോക്ടർ രാജശേഖരൻ തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. ഷേർലിയും അജേഷ് ഉൾപ്പെടെയുള്ള റോണിയുടെ ബന്ധുക്കളും സ്നേഹിതരും മാത്തുക്കുട്ടിയുടെ ചുറ്റും കൂടി. ഡോക്ടർ എന്താ പറഞ്ഞത് ചായ? ഷേർലി ഉത്കണ്ഠയോടെ തിരക്കി. തീർത്തും താഴ്ന്ന ശബ്ദത്തിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മാത്തുക്കുട്ടി വിവരിച്ചു. അത് കേട്ട് ഷേർലി പൊട്ടിക്കരഞ്ഞു. ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും മുഖം മങ്ങി. നാളെ തന്നെ റോണിയെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയേ പറ്റൂ, മാത്തുക്കുട്ടി ഒരു തീരുമാനം പോലെ എല്ലാവരോടുമായി പറഞ്ഞു. ആശുപത്രികളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. മാത്തുക്കുട്ടിയുടെ സഹോദരിയുടെ മകൻ അജേഷാണ് സമചിത്തത പാലിച്ചതും ഉറച്ച അഭിപ്രായം പറഞ്ഞതും. അങ്കിളെ, ഇവിടുത്തെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് അവസാന വാക്കൊന്നുമല്ല. വേറെ എത്രയെത്ര ആശുപത്രികളുണ്ട് ഇവിടെ. പ്രഗത്ഭരായ ഡോക്ടർമാരുമുണ്ട്. റോണിയെ കേരളത്തിന് പുറത്തോ വിദേശത്ത് പോലുമോ കൊണ്ടുപോയി ചികിത്സിക്കാൻ ആവശ്യത്തിന് പണവും നമുക്കുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ നാളെ വെല്ലൂർക്ക് കൊണ്ടുപോകുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, അജേഷ് പറഞ്ഞു. ഒത്തിരി ദൂരമുണ്ടല്ലോടാ, മാത്തുക്കുട്ടി അഭിപ്രായപ്പെട്ടു. നമുക്ക് പ്രധാന ട്രീറ്റ്മെൻ്റ് അല്ലേ. 2 പ്രഗത്ഭരായ ബോൺ സ്പെഷ്യലിസ്റ്റുകൾ വെല്ലൂർ ഹോസ്പിറ്റലുണ്ട്. ഇങ്ങനെയൊരവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റിന് കുറേ ദൂരം പോകുന്നത് നല്ലത്. സന്ദർശകരുടെ ശല്യം ഒത്തിരി കുറയും. അജേഷിൻ്റെ അഭിപ്രായത്തോടെ എല്ലാവരും തന്നെ യോജിച്ചു. രാവിലെ റോണിയെ വെല്ലൂർക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്ന ചുമതല അജേഷിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇച്ചായ, റോണിയെ ഇന്നിനി കയറി കാണാൻ ഡോക്ടർമാർ അനുവദിക്കുകയല്ല. ഇവിടെ ഇങ്ങനെ എത്ര നേരമാണ് നിൽക്കുന്നത്? ഞങ്ങളിവിടെ ഏതാവശ്യത്തിനും സഹകരിക്കാൻ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. വീട്ടിലേക്ക് പോകരുതോ ഇനി? മാത്തുക്കുട്ടി ചിന്താധീനായി ഏതാനും നിമിഷം നിന്നു. ഷേർലി, നീ എന്ത് പറയുന്നു? മാത്തുക്കുട്ടി ഭാര്യയെ നോക്കി. ഇച്ചായ, അവനെ ഒന്ന് കയറി കണ്ടിട്ട് ഒരു വാക്കും മിണ്ടിയിട്ടായിരുന്നെങ്കിൽ. അതിനിനി നടക്കുമെന്ന് തോന്നുന്നില്ല ഷേർലി. പുറത്തിങ്ങനെ നിൽക്കാമെന്നേ ഉള്ളൂ, മാത്തുക്കുട്ടി പറഞ്ഞു. എങ്കിൽ പോകാം, ഷേർലി സമ്മതിച്ചു. വൈകാതെ തന്നെ മാത്തുക്കുട്ടിയും ഷേർലിയും തങ്ങളുടെ കാറ് വീട്ടിലേക്ക് തിരിച്ചു. ഡ്രൈവർ മോഹനൻ വളരെ ശ്രദ്ധയോടെ നല്ല വേഗത്തിൽ കാർ ഓടിച്ചു. മോഹന, സ്പീഡ് അധികം വേണ്ട. അപകടത്തിന് പിറകെ പിന്നെയും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, മാത്തുക്കുട്ടി ഓർമ്മിപ്പിച്ചു. മോഹനൻ സ്പീഡ് കുറച്ചാണ് പിന്നെ ഡ്രൈവ് ചെയ്തത്. കഴിഞ്ഞ 20 വർഷമായി മാത്തുക്കുട്ടിയുടെ കാർ ഓടിക്കുന്ന വിശ്വസ്തനായ ഡ്രൈവറാണ് മോഹനൻ. മാവുങ്കൽ വീട്ടുമുറ്റത്ത് കാറെത്തി നിന്നപ്പോൾ സമയം രാത്രി 2 മണി കഴിഞ്ഞു. ബംഗ്ലാവിലും ലോണിലും ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു.
വീട്ടുജോലിക്കാരായ വിജയമ്മയും കാർത്തികയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. ജനാലയിലൂടെ നോക്കി വീട്ടുകാരാണ് വന്നിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് വിജയമ്മ വന്ന് മുൻവശത്തെ വാതിൽ തുറന്നത്. മാത്തുക്കുട്ടിയും ഷേർലിയും അകത്തേക്ക് കയറി. റോണിമോൻ എങ്ങനെയുണ്ട്? മധ്യവയസ്കയായ വിജയമ്മ തിരക്കി. ബോധം വീണു, പേടിക്കാനൊന്നുമില്ല, മാത്തുക്കുട്ടി പറഞ്ഞു. രണ്ടുപേരുടെയും മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് വിജയമ്മ കൂടുതലൊന്നും ചോദിച്ചില്ല. ചോറെടുത്ത് വയ്ക്കട്ടെ ചയ? കാർത്തിക ചോദിച്ചു. എനിക്കിത്തിരി ചൂടുവെള്ളം തന്നാൽ മതി, മാത്തുക്കുട്ടി പറഞ്ഞു. അമ്മയ്ക്ക് ചോറെടുക്കട്ടെ? വിജയമ്മയാണ് ചോദിച്ചത്. വേണ്ട, എനിക്കൊന്ന് നടു നിവർത്തണമെന്നേ ഉള്ളൂ, ഷേർലി പറഞ്ഞു. താമസിയാതെ മാത്തുക്കുട്ടിയും ഷേർലിയും കിടന്നെങ്കിലും ഉറക്കം അവരെ വിട്ടുനിന്നു. നമ്മുടെ മകൻ കുറേ ദിവസങ്ങളായി എത്ര വലിയ സന്തോഷത്തിലായിരുന്നു. മനസ്സിൽ കരുതിയതുപോലൊരു പെണ്ണിനെ കണ്ടുകിട്ടിയത് അവനെ ഒത്തിരി ആഹ്ലാദിപ്പിച്ചു. എന്തു ചെയ്യാം, എല്ലാം പെട്ടെന്ന് അസ്തമിച്ചില്ലേ, മാത്തുക്കുട്ടി പറഞ്ഞു. ഇച്ചായ, റോണിക്ക് ബോധം വീണു. അവയവങ്ങൾക്ക് തകരാറൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഷേർലി ചോദിച്ചു. ഷേർലി, നീ ഇതുവരെ അറിയാത്തൊരു കാര്യമുണ്ട്. റോണിയുടെ നട്ടെല്ലിൻ്റെ പരിക്ക് ഗുരുതരമാണ്. മെഡിക്കൽ കോളേജിൽ ഇനി അവന് കൂടുതലൊന്നും ചെയ്യാനില്ല. നാളെ രാവിലെ വെല്ലൂർക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവമേ, എന്തൊരു വലിയ ശിക്ഷയാണിത്! ഷേർലിയിൽ നിന്ന് ഒരു വിലാപമുയർന്നു. മാത്തുക്കുട്ടി ചെരിഞ്ഞു കിടന്ന് വലത് കൈകൊണ്ട് ഭാര്യയെ ചേർത്തണച്ചു. ഷേർലി, നീ ഇങ്ങനെ തളരരുത്. ഇങ്ങനെയൊരു അവസരത്തിൽ നീയും ഞാനും വേണം നമ്മുടെ മകന് കരുത്തു പകരാൻ. ജീവിതത്തിൽ ഇന്നുവരെ സന്തോഷവും സമ്പത്തും സൗഭാഗ്യങ്ങളും മാത്രമേ നമ്മൾ അനുഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈശ്വരൻ ഒരു ബ്രേക്ക് ഇട്ടിരിക്കുന്നു. അങ്ങേര് നമ്മളെ ഒന്ന് പരീക്ഷിക്കുകയാണ്. എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. റോണിക്ക് അപകടം പറ്റിയിട്ട് 8 മണിക്കൂറെങ്കിലുമായി. അവൻ്റെ ജ്യേഷ്ഠനിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവുമില്ല. സഹായത്തിന് ജയ്സമ്മയുടെ മകൻ അജേഷും റോണിയുടെ കൂട്ടുകാരും മാത്രമേ ഉള്ളൂ നമുക്ക്. നാളെ അവനെ വെല്ലൂർക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകളൊക്കെ അജേഷാണ് ചെയ്യുന്നത്. നമുക്കും കൂടെ പോകണ്ടേ ചായ? നേരത്തെ മൗനത്തിനൊടുവിൽ ഷേർലി ചോദിച്ചു. പോണം, രാവിലെ തന്നെ പോണം. ഇനിയൊന്നും എനിക്ക് പറയാനില്ല. എങ്ങനെയെങ്കിലും കുറച്ച് ഉറങ്ങണമെന്നേ ഉള്ളൂ, മാത്തുക്കുട്ടി പറഞ്ഞു. നെഞ്ചകം പിടയുകയായിരുന്നു. അവരെ വൈകിയാണ് ഉറക്കം ആശ്രയിച്ചത്. ഭീകര സ്വപ്നങ്ങളും ഉറക്കത്തിൽ കൂട്ടിനെത്തി. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയായപ്പോൾ റോണിയെയും കൊണ്ട് ആംബുലൻസ് വെല്ലൂർ ഹോസ്പിറ്റലിലെത്തി. മാത്തുക്കുട്ടിയും ഷേർലിയും അജേഷും റോണിയുടെ കൂട്ടുകാരൻ ഡെന്നിയും ഒപ്പമുണ്ടായിരുന്നു. ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സംഘം റോണിയെ വിശദമായി പരിശോധിച്ചു. അത് 1 മണിക്കൂറിലധികം നീണ്ടു. 5 മണിയായപ്പോൾ ചീഫ് ഫിസിഷ്യൻ മാത്തുക്കുട്ടിയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. റോണിയുടെ പപ്പയാണല്ലേ? ഡോക്ടർ ഗോപകുമാർ ചോദിച്ചു. അതെ, മാത്തുക്കുട്ടി വിനയം ഭാവിച്ചു. പേര് മാത്തുക്കുട്ടി. മിസ്റ്റർ മാത്തുക്കുട്ടി, മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ നിഗമനം ഞങ്ങളുടെ പരിശോധനയിലും ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. നട്ടലിൻ്റെ ഒരു കശേര് പൊടിഞ്ഞു പോയിരിക്കുകയാണ്. ഇവിടെ ട്രീറ്റ് ചെയ്ത് റോണിയെ എഴുന്നേൽക്കാനും നടക്കാനും ആക്കാമെന്ന് ഉറപ്പു നൽകാനാവില്ല. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. അതേ ഇപ്പോൾ പറയാൻ കഴിയൂ, ഡോക്ടർ പറഞ്ഞു. രക്ഷിക്കണം ഡോക്ടർ, എൻ്റെ മകനെ രക്ഷിക്കണം, മാത്തുക്കുട്ടി ഡോക്ടർക്ക് മുന്നിൽ കൈകൂപ്പി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ബെഡിൽ കിടന്ന് വേദന കൊണ്ട് ഞരങ്ങുകയായിരുന്നു റോണി. അജേഷ് വേഗം ഡ്യൂട്ടി റൂമിൽ ചെന്ന് നേഴ്സിനോട് കൂട്ടി വന്നു. ചുറ്റും കൂടി നിന്നവരെ പുറത്തേക്ക് വിട്ടിട്ട് നേഴ്സ് ഇഞ്ചക്ഷൻ കൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ വേദന കുറഞ്ഞു. നേഴ്സ് ഇറങ്ങിപ്പോയപ്പോൾ മാത്തുക്കുട്ടിയും ഷേർലിയും അജേഷും ബെന്നിയുമൊക്കെ മുറിയിലേക്ക് തിരികെ കയറി. റോണി ഓരോ മുഖങ്ങളിലേക്കും ദീനഭാവത്തോടെ നോക്കി. പപ്പ, ഞാനിപ്പോഴെവിടെയാ? റോണി മാത്തുക്കുട്ടിയോടായി താണ ശബ്ദത്തിൽ ചോദിച്ചു. ഹോസ്പിറ്റലിലെ മോനെ, വെല്ലൂർ ഹോസ്പിറ്റലിൽ. എനിക്ക് ഒത്തിരി പറ്റിയല്ലേ? ഇല്ലടാ, വേഗം സുഖമാകും. വലിയ ആശുപത്രിയേത്, നല്ല ഡോക്ടർമാരുണ്ട്. നീ ഒട്ടും വിഷമിക്കരുത്, മാത്തുക്കുട്ടി പറഞ്ഞു. റോണി മമ്മിയെ നോക്കി. സങ്കടാധിക്യത്തിൽ ഷേർലി വിതുമ്പി. മോനെ, പേടിപ്പിച്ച് കളഞ്ഞു നീ, അവൻ്റെ മുടികളിലൂടെ വിരലോടിച്ചുകൊണ്ട് ഷേർലി പറഞ്ഞു. മരണം ഒരു ഇരുണ്ട ഗുഹയിലൂടെയുള്ള യാത്രയാണെന്ന് തോന്നുന്നു. ഞാൻ കുറേ ദൂരം ചെന്നിട്ട് എങ്ങനെയോ രക്ഷപ്പെട്ടെങ്കിൽ പോന്നതാ, വിളറിയ ചിരിയോടെ റോണി എല്ലാവരോടുമായി പറഞ്ഞു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഓർമ്മ കിട്ടുന്നുണ്ടോ? അജേഷ് ചോദിച്ചു. ഇടി നടക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ ശരിക്കും ഓർമ്മയുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ നേരം ഇരുട്ടിയിരുന്നല്ലോ. കുറേ വന്നപ്പോൾ മഴ ചാരി തുടങ്ങി. പിന്നെ പെയ്ത്ത് ശക്തിയായി. നല്ല സ്പീഡിലായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. മ്യൂസിക്കും ഇട്ടിരുന്നു. അപ്പോഴാണ് റിൻസിയുടെ ഫോൺ. ബെട്രോത്തലിനുള്ള ഫ്രോക്ക് ഏത് നിറമാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. ഇളം റോസ് എന്ന മുഴുവൻ പറയും മുമ്പ് ഇടി കഴിഞ്ഞു. അപ്പോൾ ഇതിന് കാരണക്കാരി അവളാണല്ലേ? നന്നായി, മാത്തുക്കുട്ടി അർത്ഥഗർഭമായി പറഞ്ഞു. എന്തിനാ പപ്പ പാവൻ റിൻസിയെ പഴിക്കുന്നേ? ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയാണോ അവൾ ഫോൺ വിളിച്ചേ? ഫ്രോക്കിൻ്റെ നിറം സജസ്റ്റ് ചെയ്യാനെന്ന് വിളിച്ചത് ഇഷ്ടം തോന്നിയത് കൊണ്ടല്ലേ? റോണി പറഞ്ഞു. അവൻ്റെ വാക്കുകൾ മാത്തുക്കുട്ടിയെയും ഷേർലിയെയും വേദനിപ്പിച്ചു. എന്തൊരു സ്നേഹമാണ് അവൻ ആ പെണ്ണിനോട്. അവളും വീട്ടുകാരും പക്ഷേ അവനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. റോണിയുമായി ഒരു കല്യാണാലോചന ഉണ്ടായെന്ന് പറയാൻ പോലും ഇപ്പോൾ അവർക്ക് ഇഷ്ടമാവില്ല. ബന്ധുക്കളും സ്നേഹിതരുമൊക്കെ ഇതറിഞ്ഞിരിക്കും. പലരെയും ബെട്രോത്തൽ ക്ഷണിച്ചിട്ടും ഉണ്ടാകും. അവരോടൊക്കെ മാറ്റി പറയുക. വിഷമം പിടിച്ച കാര്യം തന്നെ.
അതേ അവസ്ഥ തനിക്കുമുണ്ട്. മകൻ്റെ ജീവിതം പോലും അനിശ്ചിതത്വത്തിലായപ്പോൾ താൽക്കാലികമായ മാനക്കേട് അത്ര നിസ്സാരം. കല്യാണം വേണ്ടെന്ന് വെച്ച കാര്യം യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെയാണ് റിൻസിയുടെ പപ്പ പറഞ്ഞത്. റോണിയെ അതെങ്ങനെ അറിയിക്കും? അറിയിക്കാതിരിക്കാനും മാർഗമില്ല. വിരുദ്ധ ചിന്തകളാൽ മാത്തുക്കുട്ടി വിയർത്തു. പപ്പ, റോണി പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. 3 വയസ്സുള്ളപ്പോൾ പനി കലശലായി ആശുപത്രിയിലെത്തിച്ച തന്നെ നോക്കി മകൻ വിളിച്ച അതേ ദീനതയും പ്രതീക്ഷയും. എന്താ മോനെ? എൻ്റെ മൊബൈൽ ഫോൺ ആരുടെ കയ്യിലാ പപ്പ? അത് അപകട സ്ഥലത്ത് വെച്ച് നഷ്ടപ്പെട്ടടാ. ആശുപത്രിയിലാക്കാൻ കൂടിയവരോ ഓടിക്കൂടിയ മറ്റാരെങ്കിലുമോ അത് തട്ടിയെടുത്ത് കാണും. ഷോ, റിൻസി ആ നമ്പറിലായിരിക്കും വിളിക്കുക. എന്നെ കിട്ടാതെ വരുമ്പോൾ സങ്കടവും ദേഷ്യവും പിണക്കവും ഒക്കെ ഉണ്ടാവും ആൾക്ക്. റിൻസിയുടെ നമ്പർ എനിക്ക് കാണാതെ അറിയില്ല. അവരറിഞ്ഞില്ലേ പപ്പ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായത്? അറിഞ്ഞു, വിളിച്ചിരുന്നു. ആരാ വിളിച്ചത്? റിൻസിയുടെ പപ്പ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ വിഷമിക്കരുത്. പപ്പ പറയേ, എനിക്കൊരു വിഷമവുമില്ല. ഇനി നിങ്ങൾ തമ്മിൽ വിളിക്കുകയൊന്നും അരുത്. അവർ നീയുമായുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചെന്നറിയിച്ചു. ഉത്കടമായ ഒരു വികാര വിക്ഷോഭം റോണിയുടെ മുഖത്തുണ്ടായി. എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. നിമിഷങ്ങളോളം മുറിയിൽ മൗനം നിറഞ്ഞു നിന്നു. എനിക്ക് നന്നായിട്ട് പറ്റിയിട്ടുണ്ടല്ലേ? അവർ തിരക്കി എറിഞ്ഞിട്ടുണ്ടാകുമല്ലേ? ആരായാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കൂ അല്ലേ? റോണി മറുപടിക്കെന്ന പോലെ അരികെ നിൽക്കുന്ന ഓരോരുത്തരെയും നോക്കി. ആരും അവൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അജേഷ് അല്പം കൂടി ചേർന്ന് നിന്നു. റോണി, ഞാൻ 2-3 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇന്ന് ഏതായാലും പോയേ പറ്റൂ. റിങ്കുമോളും മമ്മിയോട് ഒട്ടും അഡ്ജസ്റ്റ് ആകുന്നില്ല. ഭക്ഷണവും കഴിക്കുന്നില്ലെന്നാ മമ്മി വിളിച്ചു പറഞ്ഞത്, അജേഷ് പറഞ്ഞു. പോയിക്കോടാ, ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും ഒരാൾ മതി, റോണി പുഞ്ചിരിയോടെ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ റോണിക്ക് വേണ്ട എല്ലാ കെയറും നൽകാൻ പരിശീലനം കിട്ടിയ മെയിൽ നേഴ്സും ഫീമെയിൽ നേഴ്സും ഒക്കെയുണ്ട്. മിണ്ടാനും പൊതുവായ കാര്യങ്ങൾ നോക്കാനും ഒരാൾ കൂടെ നിന്നാൽ മതി. അങ്കിളോ ആൻറ്റിയോ ആരെങ്കിലും ഒരാൾ തീരുമാനിക്കേ, അജേഷ് പറഞ്ഞു. മാത്തുക്കുട്ടിയും ഷേർലിയും പരസ്പരം നോക്കി. എങ്കിൽ ഒരാഴ്ച ഞാൻ നിൽക്കാവോ ചായ? ഈ ചായ മരുന്ന് കഴിക്കുന്നയാളല്ലേ? ഈ ആഴ്ചയിൽ ചെക്കപ്പിന് പോകേണ്ടതുമാണ്, ഷേർലി സന്നദ്ധത കാട്ടി. നീ തന്നെ നിന്നാൽ ശരിയാകുമോ? മാത്തുക്കുട്ടി സംശയിച്ചു. ഒരാഴ്ച ഞാനൊന്ന് നോക്കട്ടെ, പറ്റുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കാം, ഷേർലി പറഞ്ഞു. അമ്മ കൂടെ നിൽക്കാൻ തയ്യാറായത് റോണിക്കും കൂടുതൽ ഇഷ്ടമായി. അവൻ തൻ്റെ ആത്മമിത്രമായ ഡെന്നിയെ നോക്കി. ഡെന്നി, നീയും ഇവരുടെ കൂടെ പോയിക്കോ. 2-3 ദിവസമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. രാത്രിയിലെ ബെഡൊക്കെ സംഘടിപ്പിച്ചത് എത്ര വിഷമിച്ചാ. ഞാൻ പോയിക്കോളാം. ഒന്നും ഇങ്ങനെ എണ്ണി പറയണ്ട. എപ്പോഴും ഏത് നേരത്തെ എന്താവശ്യത്തിന് എന്നെ വിളിക്കാൻ മടിക്കരുത്, ഡെന്നി പറഞ്ഞു. സ്വന്തമായി ഒന്നും ചെയ്യാനാവാതെ മനസ്സും ശരീരവും തളർന്നു കിടക്കുന്ന റോണിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മാത്തുക്കുട്ടിയുടെയും അജേഷിൻ്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. കണ്ടുനിന്ന ഷേർലിയും വല്ലാതായി. വൈകുന്നേരം സെൻറ്റ് ജോർജ് ഹോസ്പിറ്റലിലെ ബോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗോപകുമാറും അസിസ്റ്റന്റ് ഡോക്ടർ സിസ്റ്റർ പവിത്രയും തമ്മിൽ ഗൗരവമായ ചർച്ച നടന്നു. അമേരിക്കയിൽ നിന്നും MD പാസ്സായ ഡോക്ടർ സിസ്റ്റർ പവിത്രയ്ക്ക് 32 വയസ്സേ ഉള്ളൂ. കാഴ്ചയിലും പ്രവൃത്തിയിലും സിസ്റ്റർ വ്യത്യസ്തയാണ്. ഡോക്ടർ ഗോപകുമാർ ഉന്നത ബിരുദധാരിയും പരിചയസമ്പന്നനുമായ മധ്യവയസ്കനാണ്. ഡോക്ടർ മെഡിക്കൽ കോളേജിൽ നിന്നും ചെയ്തതിൻ്റെ തുടർച്ചയായി റോണിക്ക് ഇനിയെന്ത് ചെയ്യാനാകും നമുക്ക്? ഡോക്ടർ സിസ്റ്റർ പവിത്ര സീനിയറിനോട് ചോദിച്ചു. പെയിൻ ഉണ്ടായാൽ ഇഞ്ചക്ഷന് കൊടുത്ത് കുറയ്ക്കാം. പിന്നെ ഒരു കിടപ്പ് രോഗിക്ക് കൊടുക്കാവുന്ന നഴ്സിംഗ് കെയറും കൊടുക്കാം. അതിലപ്പുറമൊന്നും ഞാൻ കാണുന്നില്ല, ഡോക്ടർ ഗോപകുമാർ പറഞ്ഞു. ആൾ എഴുന്നേൽക്കണമെന്നും നടക്കണമെന്നും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതെ, പരിശോധന റിപ്പോർട്ടുകൾ ഡോക്ടർ കണ്ടതല്ലേ? എക്സ്റേയിലെല്ലാം വ്യക്തമാണ്. മെഡിക്കൽ കോളേജിൽ നിന്നും അവർ ഒഴിവാക്കിയ കേസാണ്. ഇവിടേക്ക് നമ്മളിൽ ഒരു പ്രതീക്ഷ വെച്ചാണല്ലോ കൊണ്ടുവന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താം. കശേരുവിൻ്റെ പൊടിഞ്ഞ ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്നതിന് ഒരു ഓപ്പറേഷൻ. അത് വിജയിക്കാനുള്ള സാധ്യത 10% പോലുമില്ല. ഡോക്ടർ ഗോപകുമാർ സൗമ്യമായി പുഞ്ചിരിച്ചു. ഡോക്ടർ സിസ്റ്റർ പവിത്രയുടെ മുഖത്ത് കഠിനമായ നിരാശ പടർന്നു. ഏതാനും നിമിഷത്തേക്ക് അവർ നിശബ്ദം പരസ്പരം നോക്കിയിരുന്നു. ഡോക്ടറെ, ആ മനുഷ്യനിങ്ങനെ ദീർഘകാലം ഒരേ കിടപ്പ് രോഗിയായി ജീവിക്കേണ്ടി വരുമെന്നാണോ? ആൾ ചെറുപ്പമാണ്, ആരോഗ്യമുള്ള ശരീരവും ആന്തരാവയവങ്ങൾക്കൊരു കുഴപ്പവുമില്ല. ഭക്ഷണവും പരിചരണവും കൊടുത്താൽ ഇങ്ങനെ ഏറെക്കാലം ജീവിക്കാം. 10-30 വർഷം ഇതേ രീതിയിൽ ജീവിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് മറ്റേതെങ്കിലും രോഗമുണ്ടായാൽ മരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരാൾ ജീവിക്കുന്നത് എന്തൊരു ദുരിതമാണ്. നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നതിന് പരിമിതികളില്ലേ സിസ്റ്റർ? ഏതായാലും നമുക്ക് ഡോക്ടർ പറഞ്ഞ ഓപ്പറേഷൻ നടത്തണം, സിസ്റ്റർ പവിത്ര ദൃഢസ്വരത്തിൽ പറഞ്ഞു. നല്ല പണച്ചിലുണ്ടാവും. അവരതിന് തയ്യാറാകുമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ തന്നെ നമുക്കത് പരീക്ഷിക്കാം. അവർക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. മാത്രമല്ല പേഷ്യൻറ്റിന് ഗൾഫിൽ ഒരു ബിസിനസ് സംരംഭങ്ങളും ഉള്ള ആളാണെന്നറിഞ്ഞു. സമ്പത്തുണ്ടായിട്ട് മാത്രം കാര്യമില്ല ഡോക്ടർ. മുടക്കാനുള്ള സന്നദ്ധയുണ്ടാകണം. രോഗിയുടെ ബന്ധുക്കൾക്ക് ആത്മാർത്ഥത വേണം. അല്ലെങ്കിൽ 10% വിജയസാധ്യതയെന്ന് കേൾക്കുമ്പോൾ താനെ പിന്നോട്ട് പോകും. സമ്പന്നരേക്കാൾ ട്രീറ്റ്മെൻറ്റിന് പണം മുടക്കുന്നത് പലപ്പോഴും പാവപ്പെട്ടവരാണെന്നാണ് എൻ്റെ അനുഭവം. നിഷ്കളങ്കമായ മുഖമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. എനിക്ക് അയാളുടെ ദീനമായ കിടപ്പ് കണ്ടപ്പോൾ സങ്കടം വന്നു.
നമുക്ക് റോണിയെ എഴുന്നേൽപ്പിച്ച് നടത്താൻ മാക്സിമം ശ്രമിക്കാമല്ലേ ഡോക്ടർ? യെസ്, ഐ ആം റെഡി ഫോർ ദാറ്റ് അറ്റംപ്റ്റ്. ഡോക്ടർ സിസ്റ്റർ പവിത്ര, നിങ്ങൾ പ്രാർത്ഥനയുടെയും ആളല്ലേ, ആ വഴിയും ഒന്ന് നോക്ക്. ഇത്തിരി പരിഹാസ ചുവയോടെ ഡോക്ടർ ഗോപകുമാർ പറഞ്ഞു. സിസ്റ്റർ പവിത്ര ഡിസ്കഷൻ അവസാനിപ്പിച്ച് പുറത്തിറങ്ങി. അവർ അപ്പോൾ തന്നെ റോണിയുടെ റൂമിലേക്ക് കടന്നു ചെന്നു. കസേര ബെഡിനോട് ചേർത്തിട്ട് മകൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്ന ഷേർലി പെട്ടെന്ന് എഴുന്നേറ്റു. ഡോക്ടർ സിസ്റ്റർ പവിത്ര അവരെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ പേഷ്യൻറ്റിനടുത്തേക്ക് നീങ്ങി നിന്നു. റോണി എന്ത് പറയുന്നു? വേദനയൊക്കെ മാറിയോ? ഡോക്ടർ ചോദിച്ചു. ഇഞ്ചക്ഷൻ തന്നാൽ കുറേ നേരത്തേക്ക് വേദന മാറും, പിന്നെ പഴയപടി തന്നെ. രാത്രിയിൽ ഉറങ്ങാൻ തീരെ പറ്റുന്നില്ല, അവൻ പറഞ്ഞു. ഇവൻ തന്നെത്താൻ ഓരോന്ന് പറയുകയും കരയുകയും ഡോക്ടർ. ഭക്ഷണവും കാര്യമായിട്ട് കഴിക്കുന്നില്ല, ഷേർലി പറഞ്ഞു. റോണി, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കരുതി ഇങ്ങനെ ഡെസ്പായാലോ? റോണിയേക്കാൾ ഗുരുതരമായി പരിക്കേറ്റ് വന്ന ഒരു 10 പേരെങ്കിലും ഉണ്ട് ഇപ്പോഴേ ഹോസ്പിറ്റലിൽ. എന്തിനാ നമ്മൾ ഫേസ് ചെയ്യണ്ടേ? ഡോക്ടർ ഞങ്ങളെപ്പോലെയുള്ളവരെ ഇടയ്ക്കിടെ വന്ന് കാണുന്നതേയുള്ളൂ. അനുഭവിക്കുന്നവന് മാത്രമേ ഇതിൻ്റെ ഭീകരത മനസ്സിലാകുകയുള്ളൂ. തനിയെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാതെ സർവ്വകാര്യങ്ങൾക്കും മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ചുള്ള ഈ ജീവിതത്തേക്കാൾ എത്രയോ ഭേദമാ മരണം. 2 ദിവസം കൊണ്ട് ഇത്രയും നിരാശയായോ? ട്രീറ്റ്മെൻറ്റും ഒപ്പം ഓപ്പറേഷനും റോണിക്ക് വേണ്ടിവരും. മനസ്സ് തളർന്നാൽ വലിയ ബുദ്ധിമുട്ടാകും. ഓപ്പറേഷൻ സക്സസ് ആകുമെന്നും എഴുന്നേറ്റ് നൽകാൻ കഴിയുമെന്നുമുള്ള പ്രതീക്ഷയും ആത്മവിശ്വാസവും വേണം. റോണിക്ക് ഈശ്വരവിശ്വാസമില്ലേ? റോണി മറുപടി പറഞ്ഞില്ല. അവൻ ഡോക്ടറുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി. വിശ്വാസമുള്ളയാളാ സിസ്റ്റർ. പിന്നെ ഇങ്ങനെ പെട്ടെന്നൊരു അപകടമുണ്ടായതിൻ്റെ ഷോക്കിലാവൻ, ഷേർലി വിശദീകരിച്ചു. മനസ്സിലായി. ആളിന് ദൈവത്തോട് നല്ല പരിഭവമുണ്ട്, സിസ്റ്റർ പവിത്ര പുഞ്ചിരിയോടെ പറഞ്ഞു. ഡോക്ടറെ, റോണി വിളിച്ചു. എന്താ റോണി, പറയ്. അവർ ഒരു കൊച്ചുകുട്ടി എന്ന പോലെ അവനെ നോക്കി. ഡോക്ടർ ഒരു സിസ്റ്റർ കൂടിയാണ്. അതെ, സിസ്റ്റർമാർ നുണ പറയുന്നത് തെറ്റാണ്. നുണ ആര് പറഞ്ഞാലും തെറ്റ് തന്നെയാണ് റോണി. സമ്മതിച്ചു. ഒന്ന് ചോദിക്കട്ടെ, ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് ഭേദമാകുമോ? പഴയതുപോലെ എഴുന്നേൽക്കാനും നടക്കാനും കഴിയുമോ? ഡോക്ടർ സിസ്റ്റർ പവിത്ര അല്പം ഒന്ന് പതറി. 2 നിമിഷം കഴിഞ്ഞാണ് മറുപടി പറഞ്ഞത്. കഴിയും, ഒട്ടും സംശയിക്കേണ്ട, ഗൗരവമാർന്ന മുഖത്തോടെ ദൃഢസ്വരത്തിൽ സിസ്റ്റർ പവിത്ര പറഞ്ഞു. റോണിയുടെ നട്ടലിനോട് ചേർന്നുള്ള പേശികളിലുണ്ടായ നീർക്കെട്ട് മാറിയപ്പോഴേ വേദന കുറഞ്ഞു. അപ്പോഴും പക്ഷേ അനങ്ങാൻ കഴിയാതെ ഒരേ തരത്തിലുള്ള കിടപ്പിൻ്റെ വിമ്മിട്ട അനുഭവപ്പെട്ടിരുന്നു. പതിവില്ലാതെ ഉച്ചനേരത്ത് അവൻ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങിയപ്പോൾ ഷേർലി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഇടനാഴിയിലേക്ക് ഇറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ ശബ്ദിച്ചത്. വേഗം അതെടുത്ത് അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഹലോ മമ്മി, ഇത് ഞാനാണ് ടോണി. എവിടെയാടാ മോനെ നീ? റോണിയുടെ കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ ഇതുവരെ? നിഷ വിളിച്ചു പറഞ്ഞു. ഒന്ന് ഓടി വരാൻ ഒട്ടും പറ്റാത്ത സാഹചര്യമായിരുന്നു. 2 ദിവസം ബാംഗ്ലൂരിലായിപ്പോയി. പിന്നെ ബോംബേക്കും പോകേണ്ടി വന്നു. ഇന്ന് വെളുപ്പിനാ നാട്ടിലെത്തിയത്. നീ എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? ഞാൻ നാളെയോ നാളെ കഴിഞ്ഞോ എത്തും. പിന്നെ സംഭവം ഉണ്ടായ ദിവസം തന്നെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചിരുന്നു. ഡോക്ടർ രാജശേഖരൻ എൻ്റെ ഫ്രണ്ടാ. അങ്ങേര് വിവരമൊക്കെ പറഞ്ഞു. ആ ഡോക്ടർ എന്താണ് നിന്നോട് പറഞ്ഞത്? എഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട, കിടന്ന കിടപ്പിൽ കുറേ കാലം പോയേക്കുമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ അവർ ഡിസ്ചാർജ് ആക്കിയപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഒരു റൂം അറേഞ്ച് ചെയ്ത് നോക്കാൻ ആളെയും ഏർപ്പാട് ചെയ്യണമായിരുന്നു. നീ എന്താണ് ടോണി ഈ പറയുന്നേ? വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയാൽ ചികിത്സ നടത്താൻ പറ്റുമോ? പൊടിഞ്ഞുപോയ നട്ടലിൻ്റെ ഭാഗം കുത്തി കൂട്ടുക എളുപ്പമല്ല മമ്മി. ഇവിടുത്തെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുക. നല്ല പ്രതീക്ഷയുണ്ട് അവർക്ക് റോണിയെ നടക്കാറാക്കാമെന്ന്. അത് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, അവർ മരിച്ച രോഗിക്ക് പോലും ഓപ്പറേഷൻ നടത്തി ബില്ല് പേ ചെയ്യിക്കും. ഈ നിലയിൽ റോണിയെ ജീവിതകാലം മുഴുവൻ അവിടെ കഴിയാനും അവർ സമ്മതിച്ചെന്നിരിക്കും. കുടുംബം നിരപ്പാകുമെന്ന് മാത്രം. എന്താ മോനെ നീ ഇങ്ങനെയെല്ലാം നെഗറ്റീവായിട്ട് പറയുന്നത്? മമ്മി, ഞാൻ എപ്പോഴും ഉള്ളതുപോലെ പറയും. ആരോടും പതപ്പിച്ച് പറയാൻ എനിക്കറിയത്തില്ല. അതല്ലേ പപ്പയും ഞാനും തമ്മിൽ ചേർത്തത്. എടാ, ഇപ്പോഴും നമ്മുടെ റോണി മോനെ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്നല്ലേ നോക്കേണ്ടത്. മെഡിക്കൽ കോളേജിലെ ചീഫ് സർജൻ്റെ അഭിപ്രായത്തിൽ അവൻ ഇനി പഴയതുപോലെ എഴുന്നേറ്റ് നടക്കുകയല്ല. കിടന്ന കിടപ്പിൽ കുറേ കാലം ജീവിച്ചിരിക്കും. എൻ്റെ അനുജന് ഇങ്ങനെയൊരു ഗതികേട് സംഭവിച്ചതിൽ സങ്കടമുണ്ട്. ഇതുപോലുള്ള ആശുപത്രിയിൽ ചികിത്സ നടത്തിയാൽ പണം കളയാമെന്നും കുറേ കഷ്ടപ്പെടാവുന്നേ ഉള്ളൂ. നീ എത്രയും വേഗം ഇവിടെ വന്ന് അവനെ ഒന്ന് കാണണം. ശരീരം മാത്രമല്ല, മനസ്സും തകർന്ന് കിടക്കുകയാണവൻ. വരാം മമ്മി. ഹോസ്പിറ്റലിൽ നിന്ന് മമ്മി ആകെ മടുത്തു കാണും. റോണിയെ സഹായിക്കാൻ ഒരു നല്ല ബൈസ്റ്റാൻഡറെ കൂടി സംഘടിപ്പിക്കാമെന്ന് നോക്കട്ടെ. ടോണി ഫോൺ കട്ടാക്കി. അവൻ്റെ വാക്കുകൾ ഷേർലിക്ക് അതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ തകർത്തു. അവർ മകൻ്റെ മുറിയിലേക്ക് തിരികെ കയറി. റോണി അപ്പോഴും നല്ല ഉറക്കമായിരുന്നു. ചുവരിൽ തൂക്കിയിരിക്കുന്ന കലണ്ടറിലേക്ക് അറിയാതെ കണ്ണുകൾ പതിഞ്ഞു. നവംബർ 17 വ്യാഴം. ദൈവമേ, ഇന്നാണല്ലോ റോണിയുടെ മനസ്സമ്മതം നടക്കേണ്ടിയിരുന്നത്. എല്ലാം മറന്ന് ശാന്തനായി അവൻ ഉറങ്ങുകയാണ്. ഉറങ്ങട്ടെ. ഉണർന്നാലൊപ്പം ഓർമ്മകളും ഓടിയെത്തും. അത് ദുസ്സഹമായ അനുഭവമായിരിക്കും. മനസ്സമ്മത ചടങ്ങിലേക്ക് ബന്ധുക്കളെയും അടുത്ത മിത്രങ്ങളെയും ക്ഷണിച്ചിരുന്നു. അച്ചായൻ എല്ലാവരോടും മാറിയ വിവരം അറിയിച്ചു കാണും. റോണിയുടെ ദുർവിധിയോർത്ത്
സഹതപിക്കുന്നവരും അവൻ്റെ തകർച്ചയിൽ സങ്കടപ്പെടുന്നവരും ഉള്ളിൽ സന്തോഷിക്കുകയും പുറമെ സങ്കടപ്പെടുകയും ചെയ്യുന്ന അസൂയക്കാരും ഉണ്ടാകും. ഷേർലി റോണിയുടെ സമീപത്തേക്ക് കസേര നീക്കിയിട്ടിരുന്നു. സ്വപ്നത്തിലെന്നാണോ റോണിയിൽ ഒരു നടുക്കമുണ്ടായി. അവൻ പെട്ടെന്നുണർന്നു. അമ്മയെ മേടിച്ചു നോക്കി. മമ്മി, ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം എത്രയായി കാണും? 3 മണി. മമ്മി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചായിരുന്നോ? കഴിച്ചു മോനെ. എപ്പോഴും എൻ്റെ അടുത്ത് എങ്ങനെ ഈ കാവലിരിപ്പ്? എന്തൊരു ബോറാ മമ്മി, മടുത്തു കാണും. ഏയ്, അങ്ങനെയൊന്നുമില്ലടാ. ഞാൻ മിക്കവാറും നേരം പ്രാർത്ഥിക്കുകയല്ലേ. ആ ഡോക്ടർ സിസ്റ്റർ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കരുത്ത് കിട്ടും, മനസ്സിലെ വിഷമം ഒക്കെ മാറും. മമ്മി, ഞാനിപ്പം ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു? നല്ല സ്വപ്നമാണോ? പേടിപ്പെടുത്തുന്നതായിരുന്നു മമ്മി. ഒരു ജപമാല കഴുത്തിലിട്ട് കിടന്നാൽ പിന്നെ അത്തരം ദുസ്വപ്നമൊന്നും മാതാവ് കാണിക്കില്ല. നമ്മുടെ ഡോക്ടർ സിസ്റ്ററോട് ചോദിച്ചാൽ ഒരെണ്ണം തരുമായിരിക്കും, ഷേർലി പറഞ്ഞു. മമ്മിക്ക് ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് കേൾക്കണ്ടേ? കേൾക്കണം, പറഞ്ഞേ. ഞാനൊരു ബൈക്കിൽ എങ്ങോട്ടോ ചീറിപ്പാഞ്ഞു പോവുകയാണ്. അപ്പോൾ എൻ്റെ ബൈക്കിന് പിന്നാലെ ഭീകരനായ ഒരാൾ കത്തിയുമായി പാഞ്ഞെടുത്തു. ബൈക്കിൻ്റെ മീറ്ററിലൂടെയാണ് ഞാൻ കാണുന്നത്. എത്ര സ്പീഡ് കൂട്ടിയിട്ടും അവൻ എൻ്റെ തൊട്ടു പിറകിൽ തന്നെയുണ്ട്. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു വലിയ മരം വിലങ്ങി. ഭയപ്പാടോടെ ഞാൻ ബൈക്ക് നിർത്തി ഇറങ്ങിയപ്പോൾ ഭീകരൻ എന്നെ കുത്താനായി അടുത്തെത്തി. ഞാൻ നടുങ്ങി വിറച്ചു നിന്നപ്പോൾ മരത്തിൽ നിന്നും ഒരു പെണ്ണ് കയ്യിൽ വാളുമായി ഞങ്ങൾക്കിടയിലേക്ക് പറന്നു ചാടി. വെള്ള വസ്ത്രവും വെള്ളിച്ചിറകുകളും ഉണ്ടായിരുന്നു അവൾക്ക്. മുഖം പ്രിൻസിയുടേതുപോലെ. ഭീകരന് നേരെ അവൾ വാൾ വീശി. പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു. ഇത് നല്ലൊരു സ്വപ്നമായിരുന്നല്ലോ. നമ്മളെ സകല ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു കാവൽ മാലാക നമ്മൾ കാണാതെ കൂടെയുണ്ടെന്നാണ് വിശ്വാസം. സ്വപ്നത്തിൽ മാലാകയെ കാണുന്നത് നല്ലതാ മോനെ, ഷേർലി പറഞ്ഞു. സ്വപ്നത്തിലാണെങ്കിലും പ്രിൻസിയുടെ മുഖം ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലായിരുന്നു റോണിക്ക് അപ്പോഴും ഉണ്ടായിരുന്നത്. സമയം രാത്രി 10 മണി. കോൺവെൻറ്റിലെ ചാപ്പലിൽ തനിയെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഡോക്ടർ സിസ്റ്റർ പവിത്ര. വളരെ തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കുരിശിലെ നാഥനിൽ ഹൃദയം ചേർത്ത് ആ ദിവ്യസ്നേഹത്തിൽ ലയിക്കാൻ പലപ്പോഴും സിസ്റ്ററിന് കഴിയാറില്ല. രോഗികൾക്കൊപ്പം അവർക്കായി സമർപ്പിക്കപ്പെട്ട തൻ്റെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി സിസ്റ്റർ കരുതി. മറ്റു സഹോദരികളുടെ കൂടെ കുർബാനയിൽ പങ്കെടുക്കാനും പാടാനും പ്രാർത്ഥിക്കാനും കഴിയാത്തത് കൂട്ടായ്മയിൽ നിന്ന് തന്നെ വേർപ്പെടുത്തുന്നല്ലോ എന്ന സങ്കടം സിസ്റ്റർ പവിത്രയ്ക്കുണ്ട്. രാത്രി വളരുകയായിരുന്നു. ചാപ്പലിലേക്ക് കോളേജ് അധ്യാപിക കൂടിയായ സിസ്റ്റർ ഡാലിയ കയറി ചെന്നു. അവൾ സിസ്റ്റർ പവിത്രയുടെ ഉരത്തിൽ മെല്ലെ കൈയമർത്തി. സിസ്റ്റർ ഡാലിയ കുനിഞ്ഞു ചെവിയിൽ മന്ത്രിച്ചു. വേഗം നെറ്റിയിൽ കുരിശു വരച്ച് സിസ്റ്റർ പവിത്ര എഴുന്നേറ്റു. ഹോസ്പിറ്റലിൽ നിന്നാണോ? ചാപ്പലിന് പുറത്തിറങ്ങിയപ്പോൾ തിരക്കി. അല്ല, ലാൻഡ് നമ്പറിലാ കോൾ, സിസ്റ്റർ ഡാലിയ പറഞ്ഞു. സിസ്റ്റർ തിടുക്കത്തിൽ ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ആരാണ്? കൊച്ചു സിസ്റ്ററെ, ഞാനാണ്. കാലിഫോർണിയയിൽ നിന്ന് സക്രിയ മാത്യു. മെഡിക്കൽ കോളേജിലെ പ്രിയപ്പെട്ട പ്രൊഫസർ ഡോക്ടർ സക്രിയയുടെ ശബ്ദം. ഓ സാർ. സിസ്റ്റർ പവിത്രയ്ക്ക് ആഹ്ലാദവും അതിശയവും. എന്തൊക്കെയുണ്ട് കൊച്ചെ വിശേഷങ്ങൾ? ഹോസ്പിറ്റലിൽ മിക്കവാറും നല്ല തിരക്കാണ്. ടൈറ്റ് വർക്കുണ്ട്, അതേയുള്ളൂ വിശേഷമുള്ളൂ. എന്നിട്ട് ആളിപ്പോൾ കോൺവെൻറ്റിലാണല്ലോ. അതിനൊരു ദിവസം അല്പം നേരത്തെ പോന്നു. ഹോസ്പിറ്റലിനടുത്ത് തന്നെയാണ് ഞങ്ങളുടെ കോൺവെൻറ്റ്. എപ്പോഴും ഒരു കോൾ വരാം. കിടന്നായിരുന്നോ? ഇല്ല, ഞാൻ ചാപ്പലിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. കഷ്ടം, ഞാനത് മുടക്കി. സാരമില്ല ഡോക്ടർ, ഈശോ ക്ഷമിച്ചോളും. പിന്നെ സാറിനും മാഡത്തിനും എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു ചെറിയ വിശേഷമുണ്ട്. 10 വർഷത്തിന് ശേഷം അടുത്ത മാസം ആദ്യം ഞാൻ കേരളത്തിലേക്ക് വരികയാണ്. ഓ, വളരെ നല്ല കാര്യം. മാഡവും മക്കളും ഒക്കെ ആയിട്ടാണോ? മറ്റുള്ളവർക്കൊന്നും ഒരു താല്പര്യവുമില്ല. വരുന്നത് ഞാൻ തനിച്ചാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യ കാലിന് പരിക്ക് പറ്റി കൊച്ചിയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു. ഞാൻ ഓപ്പറേഷൻ നടത്തിയാലേ കക്ഷി എഴുന്നേറ്റ് നിൽക്കത്തുള്ളൂ എന്നാണ് അയാളുടെ വിശ്വാസം. ഉപേക്ഷിക്കാൻ വയ്യാത്ത കക്ഷിയാണ്, അതുകൊണ്ട് സമ്മതിച്ചു. ഞാൻ നാളെ ഡോക്ടറെ ഒന്ന് വിളിക്കാനിരിക്കുകയായിരുന്നു. അതൊരു ഭംഗിവാക്ക്. അല്ല, സത്യവാക്കാ. എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ കേസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിരുന്നു. അതും ഒരു വല്ലാത്ത കേസാണ്. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. നട്ടെല്ലിനാണ് പരിക്ക്. ഇവിടെ കേരളത്തിൽ എല്ലാവരും തന്നെ എഴുതി തള്ളിയതാ. ഞങ്ങൾ ഒരു ഓപ്പറേഷന് തീരുമാനിച്ചിട്ടുണ്ട്. പ്രതീക്ഷ തീരെയില്ല. കൊച്ചു സിസ്റ്റർ, പ്രതീക്ഷയില്ലെന്ന വാക്ക് ഒരു ഡോക്ടർ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. എനിക്കൊരു പ്രതീക്ഷയുമില്ല. പോയി ചാകടോ എന്ന് പറയുന്നവൻ ഡോക്ടറല്ല. ഞാനിത് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ. സോറി, ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാ. സാറ് എന്നെ ഈ കാര്യത്തിലൊന്ന് ഹെൽപ്പ് ചെയ്യണം. ബന്ധുവിനെ വിവാഹ നിശ്ചയം ക്ഷണിക്കാൻ പോയി മടങ്ങുമ്പോൾ ആക്സിഡൻറ്റിൽ പെട്ടതാണ് എൻ്റെ പേഷ്യൻറ്റ്. കല്യാണം മുടങ്ങി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാനും ഇടയില്ല. ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന ഒരു ആഗ്രഹമേ അയാൾക്കുള്ളൂ. കൊച്ചു സിസ്റ്ററെ, ഇത്തരം കേസുകളാണ് ഒരു ഡോക്ടറുടെ എഫിഷ്യൻസി തെളിയിക്കുന്നത്, ഹോസ്പിറ്റലിന് ഗുഡ് വിൽ ഉണ്ടാക്കുന്നതും. ആ ചെറുപ്പക്കാരനെ എഴുന്നേൽപ്പിക്കണം, നടത്തണം. അയാളുടെ ഡീറ്റെയിൽസ് എൻ്റെ മെയിലിൽ അയച്ചേക്ക്. ശരി സാർ, നാളെ തന്നെ അയക്കും, സിസ്റ്റർ പവിത്ര ആഹ്ലാദത്തോടെ പറഞ്ഞു. എങ്കിൽ വരുമ്പോൾ കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ഈ വയസ്സിനെ കൂടി ഓർത്തേക്കണം. വൈകട്ടെ. പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഡോക്ടർക്ക് വേണ്ടി. വരുമ്പോൾ നേരിട്ട് കാണാം. കോൾ കട്ടായി. മാവുങ്കൽ തറവാടിൻ്റെ വിശാലമായ പൂമുഖത്ത് ഈട്ടിത്തടി കൊണ്ട് നിർമ്മിച്ച ചാരു കസേരയിൽ ചിന്താധീനായി ചാഞ്ഞു കിടക്കുകയാണ് മാത്തുകുട്ടി. സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞു.
ഉരുളൻ തൂണുകളുള്ള നീണ്ട ഇടനാഴിയുടെ കയ്യിൽ ചായക്കപ്പുമായി ജോലിക്കാരി കാർത്തിക അടുത്തേക്ക് ചെന്നു. ചായ ചായ, അവൾ ശാന്തയായി പറഞ്ഞു. അവിടെ വെച്ചേക്ക്. മാത്തുക്കുട്ടി ടീപ്പോയിലേക്ക് കഴിച്ചുകൊണ്ടി. ചായക്കപ്പ് ടീപ്പോയിൽ വെച്ച് കാർത്തിക തിരികെ പോയി. മാത്തുക്കുട്ടിക്ക് ചായ കുടിക്കാൻ തോന്നിയില്ല. തീരെ വൈകിൽ പോലും എന്നും ചായയുമായി എത്തുന്നത് ഷേർലിയായിരുന്നു. വീട്ടിൽ താനും ജോലിക്കാരിയും മാത്രമായിട്ട് ഒരാഴ്ചയാകുന്നു. വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഭാര്യയെ പിരിഞ്ഞുള്ള ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്നതെന്ന് അയാൾക്ക് തോന്നി. മകനെക്കുറിച്ചോർത്ത് നെഞ്ചിൽ ആദിയോടെ മാത്തുക്കുട്ടി വിദൂരത്തിലേക്ക് നോക്കിയിരുന്നു. ഒരു കറുത്ത ഫോർഡ് ഐക്കൺ കാർ ഗേറ്റ് കടന്ന് മുറ്റത്ത് വന്നു നിന്നു. മാത്തുക്കുട്ടി അതാരെന്ന് എത്തി നോക്കി. പെങ്ങളുടെ മകൻ അജേഷാണ് കാറിൽ നിന്ന് ഇറങ്ങി വന്നത്. അജേഷേ, വാ, വന്നിരിക്കേ, മാത്തുക്കുട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു. അവൻ കസേര വലിച്ചിട്ട് അങ്കിളിന് അഭിമുഖമായിരുന്നു. നീ കാറിന്ന് മാറിയോടാ? മാത്തുക്കുട്ടി തിരക്കി. മാറിയെടുത്തെങ്കിൽ ഇത് ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. കറുത്ത കാറിനോട് ലിയായ്ക്ക് വലിയ ഭ്രമമായിരുന്നു. അവളുള്ളപ്പം ഇങ്ങനെയൊരെണ്ണം എടുക്കാൻ പറ്റിയില്ല, അജേഷ് പറഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടും നിനക്ക് എപ്പോഴും അവളെ പറ്റിയുള്ള ചിന്തയേ ഉള്ളൂ. ഇന്ന് നിന്റെ പ്രായത്തിലൊരാളും ഇങ്ങനെ ജീവിക്കുകയല്ല, മാത്തുക്കുട്ടി മരുമകനെ ഉപദേശിക്കുകയായിരുന്നു. അങ്കിളെ, ആ കാര്യം നമുക്കിപ്പം വിഷയമാക്കണ്ട. റോണിയുടെ ഒത്തുകല്യാണം വിളിക്കാൻ വന്നപ്പോഴും എന്നോട് ഇതുപോലെയൊക്കെ പറഞ്ഞു. അവൻ പോയി 1 മണിക്കൂർ പോലും ആകും മുമ്പേ കിട്ടിയ വാർത്ത ഞെട്ടിച്ചു. എനിക്കും തോന്നുന്നത് എന്നെ മറ്റൊരാളെ കൂട്ടി ചിന്തിക്കുന്നത് പോലും എൻ്റെ ലിയയ്ക്ക് ഇഷ്ടമല്ലെന്നാ. അത് നിന്റെ തെറ്റിദ്ധാരണയാ. അവളൊരു അസൂയക്കാരിയല്ലായിരുന്നു. നീ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കണ്ട് അവൾ വിഷമിക്കുകയായിരിക്കും, മാത്തുക്കുട്ടി പ്രതികരിച്ചു. മരിച്ചു പോയവരെ എവിടെയാണ്? അവരുടെ അവസ്ഥ എന്ത്? അവർക്ക് ഭൂമിയിൽ ജീവിക്കുന്നവരെ കാണാൻ കഴിയുമോ? ജീവിച്ച് ഇരിക്കുന്നവരെ പോലെ മനസ്സും ചിന്തകളുമൊക്കെ അവർക്കുണ്ടോ? ഇതൊക്കെ നമുക്കറിയില്ലല്ലോ. വെറുതെ ഓരോന്ന് ഭാവന ചെയ്യുകയല്ലേ നമ്മൾ. അത് പോട്ടെ, റോണിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? വേദന കുറഞ്ഞു. അതുകൊണ്ട് എന്ത് കാര്യം? എഴുന്നേൽക്കാനും നടക്കാനും കഴിയുന്നില്ലെങ്കിൽ ജീവിതം പോയില്ലടാ. വെല്ലൂരിലെ ഡോക്ടർമാർ എന്താ അഭിപ്രായം പറഞ്ഞേ? മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് ഇവരും ആവർത്തിച്ചു. പിന്നെ ഒരു ഓപ്പറേഷൻ നടത്തി നോക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പക്ഷേ ഓപ്പറേഷൻ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയില്ലെന്നും തോന്നി. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റൽ മാറി നോക്കിയാലോ? വെല്ലൂർ ഹോസ്പിറ്റലിൽ പ്രശസ്തമാണ്. അവരുടെ ഒരു തീരുമാനം പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, പോരെ? മതി. മെഡിക്കൽ കോളേജിലെ ഡോക്ടറും വെല്ലൂരിലെ ഡോക്ടറും പറഞ്ഞത് കേസ് കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ്. നട്ടലിന് ക്ഷതം പറ്റിയത് മൂലം വർഷങ്ങളായി തിളർന്നു കിടക്കുന്ന ചില ആളുകളുണ്ട്. അസ്ഥിക്കുണ്ടാകുന്ന പൊട്ടലിനേക്കാൾ തലയിലേക്കുള്ള ഞരമ്പിനുണ്ടാകുന്ന ചതവാണ് തളർച്ച ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു. അവൻ കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിസ്റ്റാണ്. ഞങ്ങൾ ഹൈസ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാ, അജേഷ് പറഞ്ഞു. മാത്തുക്കുട്ടി ഉദ്യോഗത്തോടെ അജേഷിനെ നോക്കി. അജേഷേ, നിൻ്റെ ഒരു അഭിപ്രായം എന്താണെങ്കിലും തുറന്നു പറയും. ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു സഹായത്തിന് ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ. ടോണി ആശുപത്രിയിലേക്ക് ഷേർലിയൊന്ന് വിളിച്ചെന്ന് കേട്ടു. ഇതുവരെ അനുജനെ കാണാൻ ചെന്നിട്ട് കൂടിയില്ല അവൻ. ഈ വീട്ടിൽ വന്ന് എന്താ എങ്ങനെയെന്ന് അന്വേഷിച്ചിട്ടുമില്ല. അയാൾ സങ്കടപ്പെട്ടു. അങ്കിൾ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഇനിയിപ്പം കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കണമെങ്കിലും തയ്യാറാ. റിങ്കു മോളെ കൂടി കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. അതിപ്പം വേണ്ട. ഒരാഴ്ച ഷെയറിൽ നിന്ന് കഴിയുമ്പം ഞാൻ ചെല്ലാം. അവൻ വലിയ വിഷമത്തിലാ. രക്ഷപ്പെടുകയില്ലെന്നൊക്കെ ഒരു വിചാരം മനസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മൾക്കും തോന്നില്ലേ അത്? സന്തോഷത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു റോണി. ഇപ്പോൾ വല്ലാത്ത നിരാശയിലുമായി. ആ പെണ്ണിനെ അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നെപ്പോലെ തന്നെ അവൻ്റെ ജീവിതവും കഷ്ടത്തിലായി പോയതെന്ന് ഓർക്കുമ്പോഴാണ് രാജേഷ് പരിതപിച്ചു. എടാ, ഞാനിപ്പം ഇവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. ഈ പണവും പ്രതാപവും സൗന്ദര്യമൊക്കെ ഉണ്ടെന്ന് കരുതി മനുഷ്യർ അഹങ്കരിക്കുന്നതിൽ എന്താ അർത്ഥം? കൂലിപ്പണിക്കാരും തെരുവു തെണ്ടികളും ചിലപ്പോൾ നമ്മളെക്കാളേറെ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? ഞാൻ കോൺട്രാക്ട് വർക്ക് ചെയ്തു മക്കൾക്ക് 2നും ആവശ്യത്തിലേറെ ഉണ്ടാക്കി. അവർ തന്നെയും ഉണ്ടാക്കി. മൂത്തവന് എന്തുമാത്രം ഉണ്ടാക്കിയിട്ടും തൃപ്തിയാകുന്നില്ല. അവൻ നെട്ടോട്ടമാ. കൂടപ്പിറപ്പിന് ഇതുപോലൊരു അപകടം പറ്റിയിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും നേരമില്ല അയാൾക്ക്. ഞാൻ എന്നെക്കുറിച്ചും ചിന്തിച്ചു. ചതിയും വഞ്ചനയും നെറുകേടും ഞാൻ ചെയ്തിട്ടില്ലടാ. പണിത പാലവും കെട്ടിടങ്ങളും ഇളക്കമില്ലാതെ എല്ലായിടത്തുമുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഓരോന്നും സംഭവിച്ചാൽ അതിൻ്റെ ശേഷം നോക്കുക, അതേ പറ്റൂ. ഏറ്റവും നല്ല ചികിത്സ റോണിക്ക് കൊടുക്കണം. അതിന് എനിക്ക് കഴിയുന്നതെന്തും ഞാൻ ചെയ്യും. വേണ്ടി വന്നാൽ അവനെ വിദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന എൻ്റെ അഭിപ്രായം. അതെ, അതും ആലോചിക്കണം. എന്തായാലും ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നവരോട് സംസാരിച്ചിട്ട് നമുക്ക് എന്താണെങ്കിലും ചെയ്യാം, മാത്തുക്കുട്ടി പറഞ്ഞു. അങ്കിൾ, നീ എന്താ വെല്ലൂർക്ക് പോകുന്നത്? നാളെ കഴിഞ്ഞാണ് പതിവ് ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം. പിന്നെ ഞാൻ വെല്ലൂർക്ക് പോകും. ഷേർലി ആശുപത്രിയിൽ നിന്ന് ആകെ മോഷിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയൊരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഷേർലി ആൻറ്റി അടുത്തുള്ളത് റോണിക്ക് ഒരു ആശ്വാസമാകും. അങ്കിൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറെ കണ്ട് ഒന്നുകൂടി വിശദമായിട്ട് സംസാരിക്കണം. വിവരം എന്നെ അറിയിക്കുകയും വേണം. വിളിച്ച് വിവരമൊക്കെ പറയാം. എന്നിട്ട് പിന്നീടുള്ള കാര്യം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം, മാത്തുക്കുട്ടി പറഞ്ഞു. അതിഥി വന്നറിഞ്ഞ് ജോലിക്കാരി കാർത്തിക ചായയും പഴംപൊരിയുമായി വീണ്ടും സിറ്റൗട്ടിലെത്തി. ചായ അകത്തിരുന്ന് കഴിക്കാമായിരുന്നു, അജേഷിനെ നോക്കി ഭവ്യതയോടെ കാർത്തിക പറഞ്ഞു. ഒന്നും വേണ്ട, അങ്ങോട്ട് വെച്ചേക്ക്, അജേഷ് ടീപ്പോയി ചൂണ്ടി പറഞ്ഞു.
അവൾ ട്രേ ടീപ്പോയിൽ വെച്ച് നിവർന്നപ്പോൾ ആദ്യം മാത്തുക്കുട്ടിക്ക് കൊടുത്ത ചായ അതേപടി ഇരിക്കുന്നത് കണ്ടു. അച്ചായൻ എന്താ ചായ കുടിക്കാത്തെ? അവൾ തിരക്കി. ഇവനെ കണ്ടപ്പോൾ ഞാനത് മറന്നു. സാരമില്ല, ഇനി ഞങ്ങൾ ഒന്നിച്ചു കുടിച്ചോളാം. തണുത്തു കാണും. വേറെ കൊണ്ടുവരണോ? കാർത്തിക ചോദിച്ചു. വേണ്ട, മാത്തുക്കുട്ടി പറഞ്ഞു. ജോലിക്കാരി തിരിച്ചുപോയി. അങ്കിളെ, ഇവരൊക്കെ ഇത്രയ്ക്ക് വകതിരിവും മര്യാദയും കാണിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ളവരെ കിട്ടാൻ വലിയ പാടാ. നീ പറഞ്ഞത് ശരിയാ. അടുക്കളക്കാരികൾ 2 പേരുണ്ട്. പിന്നെ 20 വർഷമായി എൻ്റെ വണ്ടി ഓടിക്കുന്ന മോഹനൻ. ഇവർ 3ഉം ഈ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാ. പൂർണ്ണമായി വിശ്വസിക്കാം. മാത്തുക്കുട്ടിയും അജേഷും ചായയും പഴംപൊരിയും കഴിച്ചു. പിന്നെ കുറേ നേരം കൂടി അവർ സംസാരിച്ചിരുന്നു. ചെക്കപ്പിന് പോകുമ്പോൾ ഞാൻ കൂടെ വരണമെങ്കിൽ? പോകാൻ എഴുന്നേറ്റപ്പോൾ അജേഷ് ചോദിച്ചു. വേണ്ടടാ, ഡ്രൈവർ മോഹനൻ എൻ്റെ സഹായി കൂടിയാ, മാത്തുക്കുട്ടി പറഞ്ഞു. ടോണി 25 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ഒപ്പമാണ് വെല്ലൂർ ഹോസ്പിറ്റലിൽ അനുജനെ കാണാനെത്തിയത്. 37കാരനായ ടോണി കാഴ്ചയിൽ സുന്ദരനാണ്. ഒരു കൗശലക്കാരൻ്റെ നോട്ടവും ഭാവവുമാണ് അവന്. റോണിയുടെ റൂം ചോദിച്ചറിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ ഷേർലി ജവമാലയെ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റോണി തല ചരിച്ചു ജ്യേഷ്ഠനെ നോക്കി നല്ല പുഞ്ചിരിച്ചു. ടോണി ബെഡിനോട് ചേർന്ന് നിന്നു. ഷേർലി പ്രാർത്ഥന നിർത്തി. 4-5 ദിവസമായിട്ട് ഞാനൊരു യാത്ര പോയിരുന്നടാ, അതാ വരാൻ പറ്റാഞ്ഞേ, ടോണി പറഞ്ഞു. ആരാ കൂടെയുള്ളത്? നിഖിൽ. മിടുക്കനാവൻ. ആർക്ക് എന്ത് ഉപകാരം ചെയ്യാനും സന്നദ്ധനാ. ഒരു 10-200 പേർക്കെങ്കിലും ഇവൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? കാണാൻ മേലടാ നിനക്ക്. അവനെ കൊണ്ട് വിശേഷം പറയിക്കണോ? ഷേർലി ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞു. മമ്മിക്ക് എന്നോട് പിണക്കമാണല്ലേ? പിണങ്ങിക്കോ. എൻ്റെ സാഹചര്യവും ബുദ്ധിമുട്ടുകളും ആർക്കും അറിയില്ലല്ലോ, ടോണി പരിഭവിച്ചു. പിണക്കവും പരിഭവമൊന്നുമില്ല. ഇനിയെങ്കിലും എല്ലാ കാര്യത്തിനും നീയൊന്നും മുന്നിൽ നിൽക്ക്. പപ്പയ്ക്ക് വയസ്സ് 64ആയി. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് താനും, ഷേർലി പറഞ്ഞു. ഞാനുണ്ട് മമ്മി, ഇനി എല്ലാത്തിനും. എന്തോ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ടോണി മമ്മിയെയും റോണിയെയും നോക്കി. ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ഉടനെ നടത്താമെന്നാ. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ടോണി 2-3 ദിവസം നിശബ്ദമായി നിന്നു. പിന്നെ ഷേർലിയെ നോക്കി. ഞാൻ മനസ്സിലാക്കിയത് ഓപ്പറേഷൻ കൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാകില്ലെന്നാ, ടോണി പറഞ്ഞു. ഓപ്പറേഷൻ നടത്തിയാലല്ലേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റൂ. നീ എന്താ ഈ പറയുന്നേ? മകൻ്റെ സംസാരം ഷേർലിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ടോണി അമ്മയുടെ അടുത്ത് ചെന്ന് ഉരത്തിൽ കൈയമർത്തി. മമ്മി, ഞാനെന്ത് പറഞ്ഞാലും കേൾക്കുന്നവർ അത് തെറ്റായിട്ട് മനസ്സിലാക്കും. എന്ത് ചെയ്യാം? സാമ്പത്തിക സൗകര്യമുള്ള പേഷ്യൻറ്റിനെ കിട്ടിയാൽ അത് എങ്ങനെയെല്ലാം മുതലാക്കാമെന്ന് എല്ലാ പ്രൈവറ്റ് ആശുപത്രിക്കാരും നോക്കും. എല്ലാം ബിസിനസ്സല്ലേ. അതുകൊണ്ട് പറഞ്ഞതാ. ഓപ്പറേഷൻ നമുക്ക് നടത്തണം. എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാനും നടക്കാനും ആക്കി കിട്ടിയാൽ അത് വലിയ കാര്യമാണ്, ടോണി പറഞ്ഞു. ടോണി ചേട്ടനും കൂട്ടുകാരനും ആ സെറ്റിയിലേക്ക് ഇരിക്കേ, റോണി പറഞ്ഞു. ടോണി അപ്പോൾ തന്നെ സെറ്റിയിൽ കടന്നിരുന്നു. നിഖിൽ അവിടെ നിന്നതേയുള്ളൂ. അവൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന ബാഗെടുത്ത് ടീപ്പോയിൽ വെച്ചു. സഹോദരൻ്റെ സന്ദർശനം റോണിയെ കൂടുതൽ അസ്വസ്ഥനാക്കിയതേയുള്ളൂ. അയാളുടെ വാക്കുകളിൽ സ്നേഹമോ കാരുണ്യമോ സഹതാപമോ ഉണ്ടായിരുന്നില്ല. പരിശോധനകൾക്കായി ഡോക്ടർ സിസ്റ്റർ പവിത്രയും നേഴ്സും മുറിയിലേക്ക് കയറി വന്നപ്പോൾ ഷേർലിയും ടോണിയും നിഖിലും പുറത്തേക്കിറങ്ങി. സ്വകാര്യമായി സംസാരിക്കാൻ ടോണി മമ്മിയെ മാറ്റി നിർത്തി. മമ്മി, നിഖിലിനെ ഞാൻ കൊണ്ടുവന്നത് റോണിക്കൊപ്പം ഹോസ്പിറ്റലിൽ നിർത്താനാ. മമ്മി ഒരാഴ്ചയായില്ലേ നിൽപ്പ് തുടങ്ങിയിട്ട്. വീട്ടിലേക്ക് ഇന്നെൻ്റെ കൂടെ പോരാം, ടോണി പറഞ്ഞു. ഇല്ലടാ, ഇങ്ങനെ കിടക്കുന്ന അവനെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടുമില്ല. നീ ആ കാര്യമേ ആലോചിക്കേണ്ട, ഷേർലി വിയോജിച്ചു. മമ്മിക്കറിയാമോ ഇങ്ങനെ ഒരാളെ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് സംഘടിപ്പിച്ചതെന്ന്? കൂട്ടുനിൽപ്പ് 1-2 ദിവസം കൊണ്ട് തീരുകയല്ല. ഇത് മാസങ്ങളും വർഷങ്ങളും നീണ്ടേക്കാം. മമ്മി തന്നെ പറയും മടുത്തെന്ന്. നിഖിലുമായിട്ട് റോണി ഒന്ന് അഡ്ജസ്റ്റ് ആകട്ടെ. എടാ, അവനാകെ നിരാശയില്ല. ഞാൻ കൂടെ പോയാൽ കാര്യം വലിയ കഷ്ടത്തിലാകും. വീട്ടിലൊന്ന് പോയി 2-3 ദിവസം കഴിഞ്ഞ് മമ്മി തിരിച്ചു വന്നോളൂ. ഷേർലി ചിന്താധീനയായി. ഹോസ്പിറ്റലിൽ ഒരു സഹായി ആവശ്യമാണെന്ന് അവർക്കും തോന്നിയിരുന്നു. ടോണി കണ്ടെത്തി കൊണ്ടുവന്നയാളെ തിരിച്ചു വിട്ടാൽ അത് മണ്ടത്തരമാകും. വീട്ടിൽ ഒന്ന് പോയി വരണമെന്ന ആഗ്രഹവും അവർക്കുണ്ടായി. ടോണി, നീ അവനോടൊന്ന് പറഞ്ഞു നോക്ക്. സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം, ഷേർലി അഭിപ്രായപ്പെട്ടു. റോണിയെ പരിശോധിച്ച ശേഷം പുറത്തേക്ക് വന്ന ഡോക്ടർ പവിത്രയ്ക്ക് ഷേർലി മൂത്ത മകനെ പരിചയപ്പെടുത്തി. മിസ്റ്റർ ടോണി എന്തെടുക്കുന്നു? ഡോക്ടർ പവിത്ര തിരക്കി. ബിസിനസ്സാണ് ഡോക്ടർ, ടോണി വിനയം ഭാവിച്ചു. അലസമായി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവർ നേഴ്സിനോടൊപ്പം നടന്നാകുന്നു. ഷേർലിയും ടോണിയും നിഖിലും റൂമിലേക്ക് തിരികെ കയറി. ടോണി കസാര വലിച്ചിട്ട് അനുജൻ്റെ ബെഡിനോട് ചേർന്നിരുന്നു. റോണി, ഞാൻ നിഖിലിനെ കൊണ്ടുവന്നത് ഇവിടെ നിൻ്റെ കൂടെ നിർത്താനാ. അവനെല്ലാം നോക്കിയും കണ്ടു ചെയ്തോളും. വീട്ടിൽ ഡാഡി തനിച്ചല്ലേ, ഹാർട്ട് പേഷ്യൻറ്റുമാണ്. രാത്രിയിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ ആരറിയാനാ? മമ്മിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. റോണിയുടെ മുഖം വല്ലാതായി. നിരാശയുടെ ആഴക്കരങ്ങളിലേക്ക് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന തനിക്ക് ഏക ആശ്രയമായിരുന്ന മമ്മിയുടെ സാന്നിധ്യവും നഷ്ടപ്പെട്ടാൽ എന്തു പറയണം? നെഞ്ചകം പൊള്ളി. മമ്മിയെ കൊണ്ടുപോയിക്കോളൂ, നീണ്ട മൗനത്തിനൊടുവിൽ അവൻ പറഞ്ഞു. മമ്മി പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞ് വരാൻ കേട്ടോ മോനെ. റോണിയുടെ നെറുകയിൽ മുഖമമർത്തി ഉമ്മ കൊടുത്തുകൊണ്ട് ഷേർലി പറഞ്ഞു. റോണി സമ്മതഭാവത്തിൽ മെല്ലെ തലയനക്കി. എങ്കിൽ ഞാൻ വരട്ടെടാ. എന്താവശ്യവും നിഖിലിനോട് പറഞ്ഞാൽ മതി. ഒന്നിനും ഒരു കുറവും വരുത്തില്ല, ടോണി അനുജനോട് പറഞ്ഞു.
വെളരിയ ഒരു പുഞ്ചിരി റോണിയുടെ മുഖത്തുണ്ടായി. ദൈന്യത്തിൻ്റെ മൂർത്ത രൂപമായി അവൻ്റെ മുഖം. റോണി നിഖിലിനെ മുറിയിൽ മാറ്റി നിർത്തി താണ ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുകയും പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും 500-ൻ്റെ കുറേ നോട്ടുകളെടുത്ത് അവനെ ഏൽപ്പിക്കുകയും ചെയ്തു. ടോണിക്കൊപ്പം മുറി വിട്ടിറങ്ങുമ്പോൾ ഷേർലി ഒരിക്കൽ കൂടി റോണിയോട് യാത്ര പറഞ്ഞു. അവർ ലിഫ്റ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിലെത്തുകയും പാർക്കിംഗ് ഏരിയയിലുണ്ടായിരുന്ന കറുത്ത ടവേരയിൽ ചെന്ന് കയറുകയും ചെയ്തു. ഡ്രൈവിംഗ് ടോണിക്കെന്ന ഹരമാണ്. മണിക്കൂറുകൾ നീളുന്ന യാത്രകൾ അവനെ മടുപ്പിക്കാറില്ല. മോനെ ടോണി, ഇപ്പോഴും നിനക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ഇല്ലേടാ? ഷേർലി തിരക്കി. ഉണ്ട്, മാസത്തിൽ 2-3 ചെക്കപ്പും മരുന്നും ഒക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം ചെന്നപ്പം കൗണ്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവൾക്ക് തകരാറൊന്നുമില്ലല്ലോ? ഇല്ല. നിൻ്റെ ഈ അലച്ചിലും ഓട്ടവും കുറേ കൂടുതലാണ്. കുറച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്കടാ. കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലമായി. ഇന്നിപ്പം എന്തെല്ലാം ചികിത്സകളുണ്ട്. മമ്മി ഒന്ന് നിർത്തുമോ അത്? എപ്പോഴും എവിടെ വെച്ചും എല്ലാവരിൽ നിന്നും ഇതുപോലുള്ള ചോദ്യമാണ്, കുറേ ഉപദേശങ്ങളും. വീട്ടിൽ ചെന്നാൽ നിഷയ്ക്ക് ഊണിലും ഉറക്കത്തിലും ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ചെന്നാൽ കാണുന്നവർക്കൊക്കെ എനിക്ക് കൊച്ചുണ്ടാകത്തില്ല വിഷമം, ടോണി ഈർഷ്യയോടെ പറഞ്ഞു. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ലടാ, ഷേർലി പറഞ്ഞു. പറയുന്നവരൊക്കെ സ്നേഹം കൂടിയിട്ടാ, കേൾക്കുന്നവൻ്റെ നെഞ്ച് കീറുക എന്ന് മറ്റാരും അറിയുന്നില്ലല്ലോ. പിന്നെ അക്കാര്യത്തെപ്പറ്റി രണ്ടുപേരൊന്നും പറഞ്ഞില്ല. സുദീർഘമായ യാത്രക്കിടയിൽ നഗരത്തിലെ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുകയും കുറേ വിശ്രമിക്കുകയൊക്കെ ഉണ്ടായി. ബുധനാഴ്ച രാവിലെ 11 മണിയോടെ അവർ മാവുങ്കൽ വീട്ടിലെത്തി. സിറ്റൗട്ടിനോട് ചേർന്ന് നിർത്തിയ ടവേരയിൽ നിന്നും ആലസ്യത്തോടെ ഷേർലി പുറത്തിറങ്ങി. ടോണി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നതേയുള്ളൂ. ഇറങ്ങി വാ മോനെ, ഷേർലി അടുത്ത് ചെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങുന്നില്ല, പോകുക. എന്താടാ അങ്ങനെ? ജനിച്ചു വളർന്ന വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് ഒന്ന് കയറാതെ പപ്പയെ ഒന്ന് കാണാതെ പോകാനാ? കൊള്ളാം, എന്നെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ പപ്പ, ടോണി പുച്ഛഭാവത്തിൽ പറഞ്ഞു. ഇതൊക്കെ നിന്റെ മനസ്സിലുള്ള തെറ്റായ വിചാരങ്ങളാ. പപ്പയ്ക്ക് നിന്നോടൊരു പിണക്കവുമില്ല. വേറെ താമസമാക്കിയതിൽ പിന്നെ നിന്നെ ഒരിക്കലും ഇങ്ങോട്ട് കാണാത്തതിലുള്ള ഇഷ്ടക്കുറവേ ഉള്ളൂ. ഞാനൊരു പൊട്ടനോ മന്ദബുദ്ധിയോ ഒന്നുമല്ല മമ്മി. മതി ചെല്ല്. ഞാൻ മമ്മിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതൊന്നും ഇഷ്ടമായി കാണില്ല. കാണുമ്പം കേൾക്കാം. ഞാൻ പോകുക. ടോണി ടവേര സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി. ഷേർലി മെല്ലെ നടന്ന് അകത്തേക്ക് കയറി. പ്രധാന മുറിയിലെ ജനാലയിലൂടെ എല്ലാം നോക്കിക്കണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു മാത്തുക്കുട്ടി. അയാൾ ഭാര്യയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അവൻ ഇങ്ങോട്ടൊന്നും കയറാതെ പോയല്ലേ? മാത്തുക്കുട്ടി സങ്കടത്തോടെ പറഞ്ഞു. വിളിക്കാമെന്നല്ലാതെ എടുത്തുകൊണ്ടുവരാൻ പറ്റുമോ? അവൻ കുഞ്ഞല്ലല്ലോ. മക്കൾ വീട്ടിൽ വരുന്നത് ആരും പ്രത്യേകം ക്ഷണിച്ചിട്ടല്ല. അനുജൻ ഇങ്ങനെ ഒരു അപകടം പറ്റി കിടക്കുമ്പം ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുകയും എല്ലാത്തിനും ഒരു മുൻകൈ എടുക്കുകയും ചെയ്യേണ്ടവനായിരുന്നു, മാത്തുക്കുട്ടി പരിതപിച്ചു. ഷേർലിക്ക് കഠിനമായ യാത്രാക്ഷീണം അനുഭവപ്പെട്ടു. മകൻ്റെ വിശേഷങ്ങൾ അറിയാൻ മാത്തുക്കുട്ടിക്ക് തിടുക്കമുണ്ടായി. AC പ്രവർത്തിക്കുന്ന പ്രധാന മുറിയിൽ കടന്ന് അവർ അഭിമുഖമായിരുന്നു. യാത്രയ്ക്കിടെ ഛർദിയോ മറ്റോ ഉണ്ടായോ നിനക്ക്? മാത്തുക്കുട്ടി തിരക്കി. ഛർദിച്ചില്ല. മണിക്കൂറുകളോളമുള്ള ഈ ഇരിപ്പാ മടുപ്പിച്ചത്. നടുവും പുറവും പൊട്ടുകയായിരുന്നു. കാലിൻ്റെ മരപ്പ് അത് വേറെയും. ടോണി കൂട്ടുകൊണ്ടുവന്ന ആളെങ്ങനെയുണ്ട്? ഒരു പയ്യനാ, 10-25 തോന്നും. എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുമെന്നാണ് ടോണി പറഞ്ഞത്. മാത്തുക്കുട്ടി നിമിഷങ്ങളോളം നിശബ്ദമായിരുന്നു. എന്താ ചൈനൊന്നും മിണ്ടാത്തേ? മൗനം അസഹ്യമായപ്പോൾ ഷേർലി തിരക്കി. ഷേർലി, ഒരു പരിചയവുമില്ലാത്ത ഒരാൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ മകൻ്റെ കൂടെയുള്ളെന്ന് ഓർത്തപ്പോൾ വിഷമം തോന്നുന്നു. ഞാൻ പോരുന്നില്ലെന്ന് പലതവണ പറഞ്ഞതാ. എനിക്ക് പോരണമെന്നുമില്ലായിരുന്നു. ടോണി നിർബന്ധിച്ചു. അവൻ്റെ കൂടെ വീട്ടിലൊന്ന് വന്നിട്ട് പോകാമെന്ന് റോണിയോട് പറഞ്ഞു. സമ്മതം വാങ്ങിച്ചതും ടോണിയാ. അവൻ പറഞ്ഞോ മമ്മി പോയിക്കോളാൻ? നീ കൂടി പോന്നപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടു പോയില്ലേ അവൻ? എൻ്റെ ചെക്കപ്പിന് കഴിഞ്ഞു. നാളെ ഞാൻ വെല്ലൂർക്ക് വരാനിരിക്കുകയായിരുന്നു. ഉത്തരവാദപ്പെട്ട ഒരാൾ എപ്പോഴും ഹോസ്പിറ്റലിൽ അവൻ്റെ അടുത്ത് വേണം. ഓപ്പറേഷനും മറ്റു ട്രീറ്റ്മെൻറ്റുകളൊക്കെ തീരുമാനിക്കുന്നത് സന്ദർഭമാണ്. ശരിയാ ഇച്ഛയം പറഞ്ഞത്. എനിക്കിപ്പം വിഷമം തോന്നുന്നു. ഇനി അതോർത്ത് നീ സങ്കടപ്പെടേണ്ട. ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ ഞാൻ പോകാം. ബസ് സ്റ്റാൻഡറായിട്ട് റോണിയുടെ കൂടെ നിൽക്കാൻ ഒരാൾ വേണമെന്ന് തീരുമാനിച്ചിരുന്നാ ഞാൻ ചെന്നാലും അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ റൂമെടുത്ത് രാത്രി താമസിക്കേണ്ടി വരും. ഹോസ്പിറ്റലിലെ റൂമിലുള്ള കൂട്ടുകിടപ്പ് എനിക്കൊട്ടും പറ്റുന്ന കാര്യമല്ല. ഉറക്കം കിട്ടില്ല. ഒത്തിരി തപ്പി തേടിയാ ഇങ്ങനൊരു പയ്യനെ കണ്ടുപിടിച്ചതെന്നാണ് ടോണി പറഞ്ഞത്. കണ്ടത് വെച്ച് കുഴപ്പക്കാരനല്ലെന്ന് തോന്നി, ഷേർലി പറഞ്ഞു. അത്രയും ഒരു നല്ല കാര്യമെങ്കിലും ജ്യേഷ്ഠൻ അനുജന് വേണ്ടി ചെയ്തല്ലോ, നന്നായി. ടോണിക്ക് മനസ്സിൽ സ്നേഹമുണ്ട് ചായ, പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. വാക്കുകൊണ്ട് എല്ലാവരെയും വെറുപ്പിക്കും. എന്ത് ചെയ്യാനാ? ഷേർലി ടോണിയെ ന്യായീകരിച്ചു. മാത്തുക്കുട്ടിയുടെ മുഖത്ത് അത് കേട്ടപ്പോൾ നിസ്സംഗതയാണ് ഉണ്ടായത്. ഷേർലി, നീ ചെന്ന് ഫ്രഷായി എന്തെങ്കിലും കഴിക്കുക. ഞാൻ മുകളിലേക്ക് പോവുക, ഒന്ന് കിടക്കണം. അങ്ങനെ പറഞ്ഞ് മാത്തുക്കുട്ടി എഴുന്നേറ്റ് മുകൾ നിലയിലുള്ള മുറിയിലേക്ക് പോയി. ഷേർലി അവിടെ തന്നെ ഇരുന്നതേയുള്ളൂ. മകന് ഒരു മുൻപരിചയവുമില്ലാത്ത ബൈസ്റ്റാൻഡറെ ഏൽപ്പിച്ച് താൻ മടങ്ങിയത് ഒട്ടും ശരിയായില്ലെന്ന് അവൾക്ക് തോന്നി. അച്ഛനും അമ്മയും ഉപേക്ഷിച്ചുപോയ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലാണ് റോണി. പോരാനുള്ള അനുവാദം ചോദിച്ചപ്പോഴും യാത്ര പറഞ്ഞപ്പോഴുമൊക്കെ കരയാതിരിക്കാൻ ശ്രമപ്പെടുകയായിരുന്നു റോണി. താനത് കണ്ടതാണ്, പക്ഷേ തിരിച്ചറിഞ്ഞില്ല. യാത്ര വേണ്ടെന്ന് വച്ചില്ല. പപ്പ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് തനിക്ക് മടങ്ങാമായിരുന്നു. എങ്കിൽ അവൻ ഇത്രയും നൊമ്പരപ്പെടുമായിരുന്നില്ല.
കുറ്റബോധത്താൽ ഷേലിയുടെ ഉള്ളം പൊള്ളിപ്പിടഞ്ഞു. വലിയൊരിൽ നിന്നും അമ്മ വന്നതറിഞ്ഞ് സെർവൻ്റ് കാർത്തിക കാപ്പിയുണ്ടാക്കി ചൂട് കാപ്പി കുറച്ച് കപ്പിൽ പകർന്നതുമായി അവിടേക്ക് വന്നു. അമ്മേ കാപ്പി. കാർത്തിക പുഞ്ചിരിയോടെ കപ്പ് നീട്ടി. ഷേലി അത് വാങ്ങി താഴെ വെച്ചു. പാകത്തിന് ചൂടേ ഉള്ളൂ, കുടിക്കമ്മേ. കുടിച്ചോളാം വേടി. ഷേലിയുടെ ശബ്ദത്തിലും ഭാവത്തിലും അസ്വാസ്ഥ്യം പ്രകടമായി. റോണി മോനിപ്പോൾ എങ്ങനെയുണ്ട് അമ്മേ? കുറവുണ്ട്. ഉടനെ പോരാനാകുമോ? കുറച്ച് നാൾ കൂടി കിടക്കേണ്ടി വരും. ഷേലിയുടെ പ്രതികരണം ഒട്ടും കൃത്യമല്ലെന്ന് കണ്ട് കാർത്തിക പിന്നെയൊന്നും ചോദിച്ചില്ല. അവൾ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. ഷേലി തൻ്റെ മൊബൈൽ ഫോൺ റോണിയുടെ മുറിയിൽ വെച്ചിട്ടാണ് പോകുന്നത്. തനിക്ക് അവനെ വിളിക്കാനും അവന് വിവരങ്ങൾ വീട്ടിലേക്ക് അറിയിക്കാനും വേണ്ടിയായിരുന്നു അത്. ഷേലിക്ക് റോണിയുടെ വിവരങ്ങൾ അറിയണമെന്ന് പെട്ടെന്നൊരു തോന്നൽ. എഴുന്നേറ്റ് ലാൻഡ് ഫോണിൽ നമ്പർ ഡയൽ ചെയ്തു. ബെല്ലുണ്ട്. അത് മുഴുവൻ അടിച്ചു നിന്നു. എന്തായിരിക്കും ഫോൺ എടുക്കാത്തത്? നിഖിലെടുത്ത് റോണിക്ക് കൊടുക്കേണ്ടതാണ്. അവനവിടെ ഇല്ലാതെ വരുമോ? ഷേർലി വീണ്ടും ഡയൽ ചെയ്തു. അപ്പോഴും മൊബൈൽ ഫോൺ ആരും അറ്റൻഡ് ചെയ്തില്ല. ഷേർലിക്കാകെ വേവലാതിയായി. അവർ വേഗം സ്റ്റെപ്പ് കയറി മാത്തുക്കുട്ടിയുടെ മുറിയിലേക്ക് ചെന്നു. ഇച്ചായ? ഷേർലി വെപ്രാളത്തോടെ വിളിച്ചു. AC റൂമിലെ ബെഡിൽ ഓരോന്നോർത്ത് കിടക്കുകയായിരുന്ന മാത്തുക്കുട്ടി പിടഞ്ഞെഴുന്നേറ്റു. എന്താടി? മാത്തുക്കുട്ടി ഉദ്വേഗത്തോടെ തിരക്കി. ഞാനിപ്പോൾ റോണിയെ വിളിച്ചു. 2 പ്രാവശ്യം ഫോൺ എടുത്ത് ആരും എടുത്തില്ല. അവനെടുക്കേണ്ടതല്ലേ? മോൻ്റെ കയ്യിൽ കൊടുക്കേണ്ടതല്ലേ? അതിനാണോ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ആ പയ്യൻ വല്ല ബാത്റൂമിലായിരിക്കും, അല്ലെങ്കിൽ കാൻറ്റീനിലേക്ക് എങ്ങാൻ പോയതായിരിക്കും, മാത്തുക്കുട്ടി പറഞ്ഞു. ഷേർലിക്ക് ഇത്തലൊരാശ്വാസം തോന്നി. റൂമിലെ മൊബൈൽ ഫോൺ 2 തവണ മുഴുവനായി ബെല്ലടിച്ചപ്പോൾ ആരെങ്കിലും ഒന്ന് എടുക്കേണ്ടതായിരുന്നു. റോണി മോന് പിണക്കമായിട്ട് ഫോൺ വാങ്ങാത്തതാണെന്നോ എൻ്റെ പേടി. അങ്ങനെയൊന്നും ആയിരിക്കില്ല. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്നുകൂടി വിളിക്കാം. എന്നിട്ടും എടുക്കുന്നില്ലെങ്കിൽ ഡോക്ടർ സിസ്റ്റർ പവിത്രയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ആ നമ്പറിൽ വിളിച്ചു നോക്കാം, മാത്തുക്കുട്ടി പറഞ്ഞു. ഷേർലി ഭർത്താവിനരികെ ബെഡിൽ ചെന്നിരുന്നു. ഇച്ചായ, ഞാൻ പോകുന്നത് ശരിക്കും ഒരു ബുദ്ധിമോശമായി പോയില്ലേ? ഷേർലി മാത്തുക്കുട്ടിയെ ഉറ്റുനോക്കി. അത് പോട്ടെ, നാളെയോ മറ്റന്നാളോ ഞാനങ്ങോട്ട് പോകുകയല്ലേ. അതുവരെ ആ പയ്യനുണ്ടല്ലോ അവന് കൂട്ടിന്. മാത്തുക്കുട്ടി ഭാര്യയെ സമാശ്വസിപ്പിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാത്തുക്കുട്ടിയുടെ മൊബൈൽ ശബ്ദിച്ചു. അയാൾ എഴുന്നേറ്റ് ചെന്നു. മേശയിൽ നിന്ന് ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു. അതെ, മാത്തുക്കുട്ടിയാണ്. റോണിയുടെ പപ്പ? ഞാൻ സിസ്റ്റർ പവിത്രയാണ്, വെല്ലൂർ ഹോസ്പിറ്റൽ ഡോക്ടർ. മനസ്സിലായി. എന്താ സിസ്റ്റർ വിശേഷം? ഇവിടെ താങ്കളുടെ മകൻ്റെ ബൈസ്റ്റാൻഡറായി നിന്ന യുവാവ് ഞങ്ങളുടെ ഒരു നേഴ്സിനോട് മര്യാദക്കേട് കാട്ടി. പിടിക്കപ്പെട്ടപ്പോൾ സെക്യൂരിറ്റിയെ ആക്രമിച്ച് അവൻ രക്ഷപ്പെട്ടു. ബാഗ് കിട്ടിയത് പരിശോധിച്ചപ്പോൾ ചില കെമിക്കലുകൾ കിട്ടി. പേഷ്യൻറ്റിനെ വകവരുത്താനായിരുന്നു ശ്രമം. താങ്കൾ എത്രയും പെട്ടെന്ന് വരണം. വരാം സിസ്റ്റർ. മാത്തുക്കുട്ടിയുടെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി. ആരെച്ചയെ വിളിച്ചേ? എന്താ വിശേഷം? ആള് വല്ലാതായല്ലോ. സ്തബ്ധനായിരുന്ന മാത്തുക്കുട്ടിയുടെ ചുമലിൽ കയ്യമർത്തിക്കൊണ്ട് ഷേർലി ഉദ്യോഗത്തോടെ തിരക്കി. വലിയൂരിൽ നിന്ന് ഡോക്ടറെ വിളിച്ചേ. റോണിക്ക് സഹായിയായി റൂമിൽ നിന്നവൻ ഡ്യൂട്ടി നേഴ്സിനോട് മര്യാദകേട് കാട്ടിയെന്ന് ആശുപത്രിക്കാരവനെ പറഞ്ഞു വിട്ടു. നമ്മുടെ മോനിപ്പോൾ തനിച്ചായി. ആരും കൂടെയില്ലാതെ അവൻ കിടക്കുക. മാത്തുക്കുട്ടി ഹൃദയവേദനയോടെ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവൻ അത്രക്കാരനാണെന്ന് ആരറിഞ്ഞു? നമ്മുടെ മാനവും കളഞ്ഞല്ലോ ആ മഹാപാപി. ഷേർലി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പുലമ്പി. ഷേർലി, ഞാൻ ഫോൺ വിളിച്ചപ്പോൾ നമ്മുടെ മോൻ തനിച്ചായിരിക്കും റൂമിൽ. എഴുന്നേറ്റ് ഫോൺ എടുക്കാനാവുമെന്ന് പറ്റില്ലല്ലോ. എല്ലാവരും ഉപേക്ഷിച്ച ഒരു അനാഥനെ പോലെയായി അവനിപ്പോൾ. പോണം, ഇപ്പോൾ തന്നെ അവൻ്റെ അടുത്തേക്ക്. ഞാൻ തന്നെ പോകാം. പ്രഷർ കൂടി നിൽക്കുമ്പം ഇത്ര ദൂരത്തേക്ക് പോകാൻ പറ്റുമോ ചായ? ഷേർലി ചോദിച്ചു. എൻ്റെ കാര്യം വിട്. എന്ത് സംഭവിച്ചാലും അശേഷം പേടിയില്ല എനിക്ക്. ഈ അവസ്ഥയിൽ എൻ്റെ മകൻ തനിച്ച് മൈലുകൾക്കകലെ കിടക്കുകയാണെന്നല്ലോ എന്ന് ഓർക്കുമ്പം നെഞ്ചു നീറുക. അങ്ങനെ പറഞ്ഞു മാത്തുക്കുട്ടി മൊബൈൽ ഫോണിൽ ഡ്രൈവർ മോഹനെ വിളിച്ചു. അയാളെ പെട്ടെന്ന് തന്നെ ലൈനിൽ കിട്ടുകയും ചെയ്തു. മോഹന, നീ എവിടെയാണിപ്പോൾ? ഞാൻ വീട്ടിൽ തന്നെയുണ്ട് ചായ. എന്നാൽ നീ വേഗം ഒന്ന് ഇങ്ങോട്ട് വരണം. നമുക്ക് ഉടനെ വെല്ലൂർക്ക് പോകണം. ഞാൻ ബൈക്കിന് ഉടനെ എത്തിയേക്കാം. അച്ചായൻ റെഡി ആയിക്കോളൂ, മോഹനൻ പറഞ്ഞു. അമ്പരപ്പോടെ അയാളെ നോക്കി നിൽക്കുകയായിരുന്നു ഷേർലി. മാത്തുക്കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് വേഷം മാറി തുടങ്ങി. ഷേർലി പിന്നെയും ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ കൂടെ പോരട്ടി ചായ? വേണ്ട, നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം ഞാൻ തന്നെ നിൽക്കാം. അവൻ്റെ കൂടെ. തന്നെയുമല്ല, ഓപ്പറേഷനെ പറ്റി വിശദമായി ഡോക്ടറോടൊന്ന് സംസാരിക്കുകയും വേണം എനിക്ക്, മാത്തുക്കുട്ടി പറഞ്ഞു. അലമാരിൽ നിന്നും അലക്കി തേച്ച വസ്ത്രങ്ങളും കഴിക്കാനുള്ള മരുന്നുകളും മറ്റും എടുത്തു. ബാഗിൽ ക്രമീകരിച്ച്. പെട്ടെന്ന് ഇങ്ങനെയൊരു യാത്ര മാത്തുക്കുട്ടി തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. ശരീരത്തിന് ആകെ ഒരു ക്ഷീണം അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വിദൂര സ്ഥലത്ത് വേണ്ടപ്പെട്ടവരാരും അടുത്തല്ലാതെ പൂർണ്ണമായും പരാശ്രയത്തിൽ മകൻ കിടക്കുന്നു. അതോർത്തപ്പോൾ എത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞെത്തണമെന്ന ചിന്ത മാത്രമായി മാത്തുക്കുട്ടിക്ക്. മധ്യവയസ്കനായ ഡ്രൈവർ മോഹനൻ പെട്ടെന്ന് തന്നെ ബൈക്കിൽ സ്ഥലത്തെത്തി. മാത്തുക്കുട്ടിയുടെ ലഗേജുകൾ അയാൾ കാറിലേക്ക് എടുത്തു വെച്ചു. ഷേർലി, ഞാൻ ഇറങ്ങുക, ചെന്നിട്ട് വിളിക്കാം, മാത്തുക്കുട്ടി യാത്ര പറഞ്ഞു. ദുഃഖഭാരത്തോടെ ഷേർലി അയാൾ ഇറങ്ങുന്നത് നോക്കി നിന്നു. മരുന്നൊക്കെ സമയത്ത് കഴിച്ചോണേ ഇഷയ, ഷേർലി ഓർമ്മപ്പെടുത്തി. പോകുന്നത് വലിയ ഒരു ആശുപത്രിക്കല്ലേ, മാത്തുക്കുട്ടി പറഞ്ഞു. അയാൾ ഇന്നോവയുടെ മുൻസീറ്റിൽ കയറി ഡോറടിച്ചു. കാർ ഓടിത്തുടങ്ങി. അച്ചായ, ഡോക്ടർ പറഞ്ഞത് 3-4 ദിവസം പൂർണ്ണ വിശ്രമം വേണമെന്നല്ലേ? ഡ്രൈവർ മോഹനൻ ആശങ്കപ്പെട്ടു. താൻ പെട്ടെന്ന് പുറപ്പെടാനിടയായ കാര്യങ്ങൾ മാത്തുക്കുട്ടി മോഹനോട് പറഞ്ഞു.
വെല്ലൂർ ആശുപത്രിയിൽ റോണി തനിച്ചാണെന്ന് അറിഞ്ഞപ്പോൾ കാറിൻ്റെ സ്പീഡ് പിന്നെയും കൂട്ടി. കുറേ നേരത്തേക്ക് അവർ ഒന്നും തന്നെ സംസാരിച്ചില്ല. മോഹന, ഞാനിപ്പോൾ ആശുപത്രിയിൽ എത്തിയാലും രാത്രി എനിക്ക് അവൻ്റെ കൂടെ കിടക്കാനാവില്ല. അടുത്ത് തന്നെ ഏതെങ്കിലും ഹോട്ടലിൽ റൂമെടുത്ത് രാത്രി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പകലും രാത്രിയും റോണിയോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. നഴ്സിംഗ് പൂർണ്ണമായും ഹോസ്പിറ്റലുകാർ ചെയ്തോളും. മിണ്ടി പറഞ്ഞ് ഇരിക്കാനും വല്ലതുമൊക്കെ എടുത്തു കൊടുക്കാനും ഒരു നല്ല ബൈസ്റ്റാൻഡറെ നമുക്ക് കണ്ടെത്തണം, മാത്തുക്കുട്ടി സൂചിപ്പിച്ചു. ആണ് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ ചായ? ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല മോഹന, നല്ല പെരുമാറ്റമായിരിക്കണം, വിശ്വസിക്കാവുന്ന ആളായിരിക്കണം, മാത്തുക്കുട്ടി പറഞ്ഞു. വിദേശത്തേക്ക് ഈ ജോലിക്ക് പോകാൻ ധാരാളം പേരുണ്ട്. നാട്ടിലാളെ കിട്ടാൻ ബുദ്ധിമുട്ടാ. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വിവരം അറിയിക്കാം ചായ, മോഹനൻ പ്രതികരിച്ചു. ഞാൻ എൻ്റെ പരിചയക്കാരെ പലരെയും വിളിച്ച് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി പ്രാപ്തിയുള്ള ഒരാളെ കിട്ടിയില്ലെങ്കിൽ അത് പിന്നെയും പ്രശ്നമാകും. യാത്രക്കിടയിൽ പല പ്രാവശ്യം മാത്തുക്കുട്ടി റോണിയുടെ കയ്യിലുള്ള മൊബൈലിൽ വിളിച്ചു. പ്രതികരണമുണ്ടായില്ല. ഒന്നുകിൽ റോണി തനിച്ചാണ് മുറിയിൽ, അതല്ലെങ്കിൽ കോൾ മനഃപൂർവ്വം അവൻ അറ്റൻഡ് ചെയ്യാത്തതാകും. മകനോടും ഹോസ്പിറ്റലിനോടും എത്ര വലിയ ക്രൂരതയാണ് കാട്ടിയത്. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അവനെ എവിടെ നിന്നോ വന്ന ഒരു യുവാവിനെ ചുമതല ഏൽപ്പിച്ചു. ബന്ധുക്കൾ മുങ്ങിയിരിക്കുന്നു. ശുശ്രൂഷിക്കാൻ വന്ന നേഴ്സിനോട് മര്യാദക്കേട് കാറ്റി ബൈസ്റ്റാൻഡർ സ്ഥലം വിടുകയും ചെയ്തു. ജോഷത്തോടെയാണ് ഡോക്ടർ പവിത്ര വിളിച്ചത്. ഓർക്കുന്തോറും മാത്തുക്കുട്ടിയുടെ മനപ്രയാസം കൂടിക്കൂടി വന്നു. ദേഹം വല്ലാതെ വിയർത്തു. ഉച്ച കഴിഞ്ഞ് 3 മണി ആയപ്പോഴാണ് സിസ്റ്റർ പവിത്ര ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. തിടുക്കത്തിൽ ഇത്തിരി ഭക്ഷണം കഴിച്ചു. പിന്നെ തൻ്റെ ക്യാബിനിലെത്തി അല്പനേരം വിശ്രമിച്ചു. അപ്പോൾ റോണിയെക്കുറിച്ച് ഓർത്തു. സിസ്റ്റർ ക്യാബിനിൽ നിന്നിറങ്ങി അവൻ്റെ റൂമിലേക്ക് ചെന്നു. റോണി തലച്ചേരിച്ച് ഡോക്ടറെ നോക്കി പുഞ്ചിരിച്ചു. റോണി, ചോറ് കഴിച്ചോ? കഴിച്ചു. ഞാൻ റോണിക്ക് കൂട്ടിന് ഒരു നഴ്സിനെ ഇവിടെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ. എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഡ്യൂട്ടി റൂമിലേക്ക് മറ്റോ പോയതാ. എനിക്ക് എല്ലാ കാര്യങ്ങളും ആ സിസ്റ്റർ ചെയ്യുന്നുണ്ടായിരുന്നു, അവൻ പറഞ്ഞു. സിസ്റ്റർ പവിത്ര കസേര വലിച്ചിട്ട് അവൻ്റെ ബെഡിനരികെ ഇരുന്നു. റോണി, മുഖത്തിപ്പം ഒരു ഉന്മേഷമുണ്ടല്ലോ. സങ്കടമൊക്കെ പോയോ? പോയി. പപ്പയെ ഞാൻ വിളിച്ചിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. ആളിങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. വേണ്ടായിരുന്നു. പപ്പ അസുഖമുള്ളയാളോ ഡോക്ടറെ? ഞാൻ വിളിച്ചപ്പം പറഞ്ഞു ഒരു ദിവസം ഹോസ്പിറ്റലായിരുന്നു എന്നും പ്രഷർ പ്രോബ്ലമാണ്. വയ്യാത്ത പപ്പ ഇത്രയും ദൂരേക്ക് പോരണ്ടായിരുന്നു. ഞാൻ തനിച്ചിവിടെ കിടന്നോളാം. സിസ്റ്റർ വല്ലപ്പോഴും ഇതുപോലെയൊന്ന് വന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ വരും. അതുകൊണ്ടായില്ല. രാത്രിയും പകലും റോണിക്ക് കൂട്ടായി ഇവിടെ നിൽക്കുന്ന ഒരാളെ കണ്ടെത്തണം. രാവിലെ റോണിയുടെ മട്ടും ഭാവവും കണ്ട് തൽക്കാലത്തേക്ക് ഒരു നേഴ്സിനെ ചുമതലപ്പെടുത്തിയതാ ഞാൻ. എന്നും അങ്ങനെ ഒരാളെ തരാൻ കഴിയില്ല. ഒരാൾ വന്നതിൻ്റെ ഫലം കണ്ടില്ലേ സിസ്റ്റർ? ജീവിക്കുന്ന ഒരു ശവം പോലെ ബെഡിൽ ഞാൻ കിടക്കുമ്പോൾ അവൻ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കി. മനുഷ്യൻ പലപ്പോഴും മൃഗത്തെക്കാളും അധപതിക്കുകയാണ്. എല്ലാവരും അവനെ പോലെ ആകില്ല റോണി. നമുക്ക് നല്ലൊരു കുട്ടിയെ കണ്ടുപിടിക്കണം, ഡോക്ടർ പവിത്ര പറഞ്ഞു. സിസ്റ്ററെ, 4-5 ദിവസം ഈ അവസ്ഥയിൽ കിടന്നപ്പോഴാണ് ഞാൻ പലതും മനസ്സിലാക്കിയത്. എത്ര ദയനീയമാണ് മനുഷ്യൻ്റെ അവസ്ഥ. ബന്ധുക്കളാരാ, സ്നേഹിതരാരാ, ജീവിതത്തിൻ്റെ വിലയെന്താ? എപ്പോഴും മനുഷ്യൻ ഭയപ്പെടുന്ന മരണത്തെ കൊതിക്കുന്ന സന്ദർഭങ്ങളും ഈ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്, റോണി ഒരു തത്വജ്ഞാനിയെ പോലെ പറഞ്ഞു. സിസ്റ്റർ പവിത്ര അവനെ നോക്കി മന്ദഹസിച്ചു. റോണി, നമുക്ക് ഫിലോസഫിയൊക്കെ പിന്നെയാകാം. ഓപ്പറേഷൻ്റെ ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു. അത് നടത്തുന്നത് ആരാണെന്നറിയോ റോണിക്ക്? അറിയാം. എങ്കിൽ പറയേ, ഡോക്ടർ പവിത്ര. അയ്യോ, ഞാനൊന്നുമല്ല. എനിക്ക് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ഇഷ്ടം. വിശ്വാസവും അതാണ്, റോണി പറഞ്ഞു. റോണി, അങ്ങനെയൊന്നും പറയാതെ. എന്നേക്കാൾ 10 മടങ്ങ് വലിയവനായ എൻ്റെ ഗുരുനാഥനാണ് ചെയ്യുന്നത്. അമേരിക്കയിലുള്ള ഡോക്ടർ പ്രൊഫസർ സക്രിയ മാത്യു. റോണിയുടെ മുഖത്തൊരു അമ്പരപ്പുണ്ടായി. ഇതെങ്ങനെ തരപ്പെടുത്തി ഡോക്ടർ? ഒക്കെ ഒരു ദൈവാനുഗ്രഹം. 72 വയസ്സെങ്കിലും വരും ആ മനുഷ്യന്. റോണിയുടെ പരിശോധനാ ഫലം മുഴുവൻ ഞാൻ അങ്ങോട്ട് സെൻഡ് ചെയ്തു കഴിഞ്ഞു. റോണിയെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനായി ഞങ്ങൾ മാക്സിമം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു സഹകരണവും താല്പര്യവും ഒട്ടും കാണുന്നില്ല. അവർക്കിടയിൽ ഒരു മൗനം ഇടം പിടിച്ചു. ഞാൻ പറഞ്ഞത് റോണിക്ക് ഫീൽ ചെയ്തല്ലേ? സിസ്റ്റർ ചോദിച്ചു. ഇല്ല സിസ്റ്റർ, ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീരെ കുറവാണ്. തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ വളരെയേറെ ഉണ്ട് താനും. എനിക്കതറിയാം. മുമ്പ് ഞാൻ പറഞ്ഞത് ഫിലോസഫിയല്ല, സത്യമാണ്. റോണി, അമേരിക്കയിൽ നിന്നൊരു ഡോക്ടർ ഇവിടെ വന്ന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഓപ്പറേഷൻ നടത്തി പോകണമെങ്കിൽ പല നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാം. പക്ഷേ ഓപ്പറേഷൻ നല്ല പണച്ചെലവുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും അക്കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടാതെ മുമ്പോട്ട് നീങ്ങാനാവില്ലല്ലോ. ഞാനൊരു സിസ്റ്ററല്ലേ? സിസ്റ്ററിൻ്റെ ധർമ്മസങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും പപ്പ വരുമല്ലോ. എന്തു പറയണമെന്നറിയട്ടെ. പിന്നെ എൻ്റെ കസിൻ അജേഷുണ്ട്. അവനോടും ഒന്ന് ആലോചിക്കണം. ഓപ്പറേഷൻ വേണോ വേണ്ടയെന്ന് അത് കഴിഞ്ഞ് തീരുമാനിക്കാം സിസ്റ്റർ. നിരാശപ്പെടരുത് റോണി. എല്ലാം ഒരു കുഴപ്പവുമില്ലാതെ നടക്കും. കുറേ നേരമായി ഞാൻ വന്നിട്ട്. പോട്ടെ. സിസ്റ്റർ പവിത്ര എഴുന്നേറ്റു. റോണിയുടെ ചുണ്ടിൽ പ്രതിസ്നേഹത്തിൻ്റെ വിശുദ്ധ മന്ദഹാസമുണ്ടായി. കഥ തുടരും.